കല്യാണം കഴിക്കണം എന്ന ചിന്തയുടെ കാലം കഴിഞ്ഞു തുടങ്ങിയോ? ഈ വിവാഹം എന്ന സ്ഥാപനം ഇല്ലാതാക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100% അങ്ങനെ പാടില്ല. ഈ തീരുമാനം എടുക്കുന്ന പലപ്പോഴും പെൺകുട്ടികളാണെന്നാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പഴയ കാലത്തെ വിവാഹമല്ല ഇന്നത്തെ കാലത്തെ വിവാഹ ജീവിതം. കല്യാണം കഴിക്കാതെയും കുടുംബജീവിതം സഫലമാകുമോ? സ്ത്രീകൾക്ക് അവരുടെ അഭിപ്രായം പറയാൻ ചാൻസ് കിട്ടിയാൽ പോലും തകർന്നു പോകുന്ന ഒരു സംവിധാനമാണ് ഈ വിവാഹം. എല്ലാം അടച്ചു പറയരുത് കേട്ടോ. അടിസ്ഥാനപരമായ അച്ഛനും അമ്മയും ഇല്ലെന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. അങ്ങനല്ല. ലിവിംഗ് ടുഗദർ ബന്ധങ്ങൾ കുട്ടികളുടെ ഭാവി ജീവിതത്തിന് ഭീഷണിയോ? ലിവിംഗ് ടുഗദർ അത് തെറ്റൊന്നുമല്ല. ഇനിയുള്ള കാലത്ത് അംഗീകരിക്കാൻ പറ്റില്ല. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും 24ലേക്ക് സ്വാഗതം. നിങ്ങൾ കാണാൻ പോകുന്നത് ഗോപു നന്ദിലെ ജിമാർ തമിഴ് ബായ് SKN. കാലം മാറുകയാണ്, ചിന്താഗതികൾ മാറുന്നു. പല ആളുകളും ഇപ്പൊ കല്യാണം കഴിക്കാൻ താല്പര്യം കാണിക്കുന്നില്ല എന്നാണ് ഇന്നത്തെ നമ്മുടെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. കല്യാണം എന്നതൊരു വ്യവസ്ഥ അല്ലെങ്കിൽ സ്ഥാപനം എന്ന രീതിയിൽ കാലഹരണപ്പെടുമോ? കല്യാണം തന്നെ ഇല്ലാതാകുമോ? ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവരാണ് ചലച്ചിത്ര ടെലിവിഷൻ താരം ബീന ആന്റണി, ഡബിംഗ് ആർട്ടിസ്റ്റും ടെലിവിഷൻ താരവുമായ മനോജ് കുമാർ, സാമൂഹ്യ നിരീക്ഷകൻ രാഹുൽ ഈശ്വർ, ടെലിവിഷൻ അവതാരക ദീപ രാഹുൽ ഈശ്വർ, ചലച്ചിത്ര താരവും ടെലിവിഷൻ അവതാരകയുമായ രഞ്ജിനി മേനോൻ, ഭാഗവതാചാര്യൻ PK വ്യാസൻ അമനകര, ഫാമിലി കൗൺസിലർ ഡോക്ടർ ഫാദർ സിജോൺ ഉഴിക്കാട്ട് മ്യാലിൽ, യൂട്യൂബ് ദമ്പതികളായ അജിത് കുമാർ, ഭാര്യ സരിതാജിത്ത്, കൊച്ചി തേവര സേക്രട്ട് കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ദീപ CK, ലിവിംഗ് ടുഗദർ ജീവിതം നയിക്കുന്ന അനിൽ ജോസ്, ലിവിംഗ് ടുഗദർ ജീവിതം നയിക്കുന്ന അഞ്ജന ശ്രീധരൻ, ഹൈക്കോടതി അഭിഭാഷകൻ ബ്രിജേഷ് പത്മനാഭന്റെ ഭാര്യയും വോക്കൽ തെറാപ്പിസ്റ്റുമായ കൃപ ബ്രിജേഷ്, ട്രാൻസ് നോൺ ബൈനറി ക്യൂർ വ്യക്തിയും സോഷ്യൽ വർക്കറുമായ പൊന്നു ഇമ, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് രേഷ്മ കൃഷ്ണൻ. രാഹുലെ, നിങ്ങളെ രണ്ടുപേരെ ഒന്നിച്ചു പരിപാടിയിലൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. ആദ്യമായിട്ടാണ് ഒരു ചർച്ചയിൽ ഒന്നിച്ച് പങ്കെടുക്കുന്നത്. അത് ഈ സബ്ജക്റ്റ് ആയതുകൊണ്ട് അവർ ഒരുമിച്ച് വന്നാണ്. ആണല്ലേ? പിന്നെ അതെന്താ പിരിക്കുമെന്നുള്ളതാണ്. ഭാര്യ ഭർത്താവ് ദാമ്പത്യം. ഓക്കെ, അപ്പൊ ഈ ദീപയുടെ ഒരു അഭിപ്രായം എങ്ങനെ? കാര്യം ദീപ പലരോടും സംസാരിക്കുമ്പോഴേ യങ്സ്റ്റേഴ്സ് പൊതുവെ അവരൊക്കെ ടോട്ടലി ചേഞ്ച് ആയെന്ന് തോന്നുന്നു കേരളത്തിൽ. നല്ല കാര്യം, അവർ മാറട്ടെ. അപ്പം അവരുടെ ഒരു അപ്രോച്ച് മാറുന്നതായിട്ട് ദീപയുടെ ശ്രദ്ധപ്പെട്ടിട്ടുണ്ടോ? രണ്ട് രീതിയിൽ കാണാം സർ. അപ്രോച്ച് മാറി വരുന്നത് ഒരു പ്രോഗ്രസീവായ ഒരു കാര്യം തന്നെ, അത് ആവശ്യമുള്ള ഒരു കാര്യം തന്നെയാണ്. ഇപ്പൊ പലരും പറയാറുണ്ട് ഡൈവോഴ്സ് റേറ്റ്സ് ഒരുപാട് കൂടി വരുന്നു, അത് ശരിക്കും വിവാഹത്തിന്റെ ഫെയിലിയർ അല്ലേ എന്ന്. ശരിക്കും അതിനെ മറ്റൊരു രീതിയിൽ നോക്കുകയാണെങ്കിൽ അത് മാരേജ് എന്ന് പറയുന്ന ഒരു സബ്ജക്ട് മാറ്റി നിർത്തിയാൽ ഡൈവോഴ്സ് റേറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഒപ്പീനിയൻ തുറന്നു പറയാൻ ഇപ്പോഴത്തെ കുട്ടികൾ കൂടുതൽ താല്പര്യപ്പെടുന്നു എന്നുള്ളതിന്റെ ഒരു സൂചന കൂടിയാണ് ഡൈവോഴ്സ് റേറ്റ്സ് കൂടി വരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു മാറ്റം, ആ ഒരു ചിന്താഗതിയിലുള്ള മാറ്റവും മുൻപോട്ട് പോകുക എന്നുള്ളത് നല്ല കാര്യം തന്നെയാണ്. പക്ഷെ അതോടൊപ്പം തന്നെ ഈ വിവാഹം എന്ന സ്ഥാപനം ഇല്ലാതാക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100% അങ്ങനെ പാടില്ല. അത് എന്ന് തന്നെയാണ്. അങ്ങനെ നിൽക്കണം. രാഹുലെ, ഇതൊരു വ്യവസ്ഥാപിത ഇടപാടായിട്ട് മുന്നോട്ട് പോകണം എന്ന് പറയുമ്പോൾ ഇതിന്റെ ഒരു ലൈബിലിറ്റി ഏറ്റെടുക്കാൻ പുതിയ തലമുറയ്ക്ക് താല്പര്യമില്ല. താല്പര്യം കുറയുന്നു എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമില്ല. ഇപ്പൊ എല്ലാവർക്കും അറിയാം പഴമക്കാരുടെ കാര്യം പോക്കാണോ. പക്ഷെ എന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ കല്യാണം ഇല്ലെങ്കിൽ കുടുംബം ഉണ്ടാവില്ല, കുടുംബം ഉണ്ടാവില്ലെങ്കിൽ കുട്ടികൾ ഉണ്ടാവില്ല, കുട്ടികൾ ഉണ്ടാവില്ലെങ്കിൽ വെർച്വലി ഒരു നാടുണ്ടാവില്ല. അപ്പം കേരളം ഈ രീതിയിലാണ് പോകുന്നതെങ്കിൽ അടുത്തൊരു 125 വർഷത്തിനകം നമ്മുടെ തിരുവിതാംകൂർ കൊച്ചി ഭാഗങ്ങളൊക്കെ ഓൾമോസ്റ്റ് ശൂന്യമാകും. ഇപ്പം തന്നെ പല വീടുകളും തിരുവിതാംകൂർ ഭാഗത്ത് ശൂന്യമായി കിടക്കുന്നത് കാണാം. അപ്പോൾ ഈ കല്യാണം എന്ന സ്ഥാപനം അതിന് ഒരുപാട് പോരായ്മകളുണ്ട്. പക്ഷേ നെഹ്റുജി ജനാധിപത്യത്തെ കുറിച്ച് പറഞ്ഞതുപോലെ ബെസ്റ്റ് അവൈലബിൾ സിസ്റ്റം എന്ന രീതിയിൽ ഇതില്ലെങ്കിൽ, അഫോർഡബിൾ സിസ്റ്റം ആൻഡ് അവൈലബിൾ സിസ്റ്റം എല്ലാ കാര്യം കൊണ്ടും ഇല്ലെങ്കിൽ ഈ സമൂഹവും ലോകവും നിലനിൽക്കില്ല. ഇപ്പം യൂറോപ്പിൽ സംഭവിക്കുന്ന യഥാർത്ഥത്തിൽ ഈ കൊളാപ്സാ. എന്തുകൊണ്ടാണ് നമ്മുടെ ആൾക്കാർക്ക് അവിടെ ഇത്ര അവസരം കിട്ടുന്നത്? അവിടെ ജനസംഖ്യ കുത്തനെ കുറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മുടെ നാട്ടിൽ ഈ അന്യസംസ്ഥാന തൊഴിലാളികളടക്കം കൂടുതൽ വരാൻ കാരണം എന്താ? കേരളത്തിൽ പ്രത്യേകിച്ച് ഈ തിരുവിതാംകൂർ ഭാഗങ്ങളിലടക്കം ജനസംഖ്യ കുത്തനെ കുറഞ്ഞുകൊണ്ടിരിക്കുക. കൃത്യം കണക്ക് പറഞ്ഞാൽ കേരളത്തിൽ ഒരു വർഷം കണക്കെടുക്കുകയാണ്, തിരുവിതാംകൂർ കൊച്ചി ഭാഗങ്ങളിൽ എടുക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഓരോ ദിവസവും 247 മുതൽ 250 ആൾക്കാർ വരെ കുറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ ഇത് ഗവൺമെന്റിന്റെ കണക്കാണ്. ജനിക്കുന്നവരെ കാട്ടി എണ്ണം മരിക്കുന്ന കണക്കുണ്ട്. മലബാർ ഭാഗങ്ങളിൽ മാത്രം അതിന് വ്യത്യാസം. ഇതൊരു റിയാലിറ്റിയാണ്. ഇത് കണ്ടില്ലെങ്കിൽ കേരളം ഒഴിഞ്ഞു പോവും, കേരളം കാട് കയറും എന്നൊരു സത്യം ഉണ്ട്. അത് നമ്മൾ മറക്കരുത്. അനിൽജോസിന് നേരെയുള്ള വെല്ലുവിളിയാണ്. തീർച്ചയായിട്ടും ഈ പറഞ്ഞ കാര്യങ്ങളോട് സ്നേഹത്തോടുകൂടി എതിർക്കാണ്. ഒന്ന്, കല്യാണമില്ലെങ്കിൽ കുടുംബം ഉണ്ടാവില്ല. ഈ ഒരു വ്യവസ്ഥ വേണോ? ഒട്ടും ആവശ്യമില്ല. ലിവിംഗ് ടുഗദർ ആയിട്ട് എത്ര കാലമായി? നമ്മളിപ്പോ 4 വർഷമായി. 4 വർഷമായി. അല്ല, ഇതൊരു MOU ഒക്കെ ഒപ്പിട്ട് മുന്നോട്ട് പോവാണോ അതോ? പോകുന്നതാണ് ഏറ്റവും നല്ലത്. അല്ല, എന്തെങ്കിലും ഉണ്ടോ? ഒരു ഉടമ്പടി ഉണ്ടോ നിങ്ങൾ? ബാക്കിയുള്ളവരോടൊന്ന് അറിയട്ടെ അതെങ്ങനെ നടക്കുന്നുള്ളത്. തീർച്ചയായിട്ടും സർ, ഓരോരുത്തരും ഇൻഡിവിജ്വൽസ് ആണ്, ഓരോ വ്യക്തികളാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഞാൻ പറഞ്ഞതുപോലെ
സ്ത്രീകൾക്ക് അവരുടെ അഭിപ്രായം പറയാൻ ചാൻസ് കിട്ടിയാൽ പോലും തകർന്നു പോകുന്ന ഒരു സംവിധാനമാണ് ഈ വിവാഹം. സ്ത്രീകൾക്ക് ഇല്ല, അതൊക്കെ പഴയ കാലമല്ലേ? ഇപ്പോഴും ആ. ഇപ്പോഴും ആ. സാറേ സൂക്ഷിച്ച് സംസാരിച്ചില്ലെങ്കിൽ രാത്രിയിൽ പാമ്പ് വരും, ആരെ കൊല്ലാൻ വന്നതുപോലെ. അല്ലെങ്കിൽ കൊട്ടേഷൻ കൊടുക്കും. അല്ല, നമ്മളിപ്പോ അഞ്ചല് പാമ്പിനെ കയറ്റിയല്ലോ, ഇപ്പൊ UP-യിൽ ഒരുത്തൻ പാമ്പിനെ കയറ്റി. അതൊരു ലേഡിയാ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് ആര് ചെയ്യുന്നു എന്നുള്ളതല്ല. ഇപ്പം വിവാഹമില്ലെങ്കിൽ കുടുംബമില്ല എന്ന് പറയുന്നത് ഇത്രയും കാലത്തെ ഇല്ലാതായ ഈ നാട് മുടിഞ്ഞു പോകുന്ന രാഹുൽ. അത് ന്യായമാണ്. പക്ഷേ വിവാഹമില്ലാതായാലാണ് കുടുംബമില്ലാതാകുക എന്ന് പറയുന്നത് ഇത്രയും കാലത്തെ മനുഷ്യരുടെ മുഴുവൻ ചരിത്രത്തെ റദ്ദ് ചെയ്യാണ്. ഈ വിവാഹം എന്നാ ഉണ്ടായത്? ഈ ടെക്സ്റ്റൈൽ ഷോപ്പുകാരും ജ്വല്ലറി ഷോപ്പുകാരും കൂടിയല്ലേ സാറേ ഈ വിവാഹമൊക്കെ ഉണ്ടാക്കി വെക്കുന്നത്? മനുഷ്യന്മാർ തമ്മിൽ സ്നേഹത്തോട് ടെക്സ്റ്റൈൽ ഷോപ്പും ജ്വല്ലറിക്കൊന്നും കല്യാണമില്ലായിരുന്നു. അതാണ് പറയാൻ ശ്രമിച്ചത്. ഇതുപോലുള്ള കല്യാണങ്ങൾ, ഇത് രണ്ട് പേര് തമ്മിലുള്ള വിവാഹത്തിൽ രണ്ട് കുടുംബങ്ങളുടെ ബാങ്ക് ബാലൻസ് മുഴുവൻ, സ്വത്ത് മുഴുവൻ ഇല്ലാതായി പോകുന്ന ഒരു വൃത്തികെട്ട സംവിധാനമാണ് ഇപ്പം വിവാഹം. പറഞ്ഞേക്കണേ അതിനെ കുറിച്ച് ഒരു അഭിപ്രായം. വിവാഹം വേണ്ട എന്നുള്ളത് തന്നെയാണ് എന്റെയും കൺസെപ്റ്റ്. വിവാഹം കഴിക്കുകയാണെന്ന് ഒരു ബാക്ക്ഗ്രൗണ്ട് പരിശോധിച്ചാൽ അങ്ങനെ തീരുമാനം എടുക്കാൻ എന്തായിരുന്നു കാര്യം? ഞാനൊരു സോഷ്യൽ ആക്ടിവിറ്റി ചെയ്യുന്ന ജെൻഡർ ക്രൈസിസിലും ഫാമിലി ക്രൈസിസിലും വരുന്ന ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. അവരുടെ ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾ കേൾക്കുമ്പോൾ നമ്മളിങ്ങനെ കാണുന്നത് ഒരു മിഡിൽ ലെവൽ എന്ന് വെച്ചുള്ള ആ ഒരു ഇതാണ്. അതിന് താഴെ കുറെ ആൾക്കാര് ഈ വിവാഹം എന്താന്ന് പോലും അറിയാതെ വിവാഹം കഴിച്ചിട്ട് കഷ്ടപ്പെടുന്ന കുറെ ആൾക്കാരുണ്ട്. അത് ആ രണ്ട് വ്യക്തികൾ മാത്രമല്ല, അതിന്റെ ചുറ്റിനും നിൽക്കും. പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ ഫാമിലീസ് ആയാലും ആൺകുട്ടികളായാലും ശരി, ഇത് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ഇത് കുറച്ച് കാലത്തൊക്കെയാണ് വിവാഹം കഴിച്ചു കഴിഞ്ഞാലുള്ളൊരു ഒരു സ്നേഹവും ഇതൊക്കെ ഉണ്ടാവുള്ളൂ. റെസ്പെക്ട് ഇല്ലാതെ, പരസ്പരം റെസ്പെക്ട് ഇല്ലാതെ, ഒട്ടും റെസ്പെക്ട് ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ഒരു കുടുംബം എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടാക്കി കാലില് കല്ല് കെട്ടി വെച്ച് വേച്ച് ജീവിക്കുന്നത് പോലെ ജീവിക്കുന്നത് എന്തിനാണ്? അവനവന്റെ സ്വാതന്ത്ര്യം മുഴുവൻ പോകുന്നുള്ളത് കൊണ്ടാണ്. സ്വാതന്ത്ര്യം മാത്രമല്ല, ഒരു അടിമത്തം. അത് അങ്ങോട്ടായാലും ഇങ്ങോട്ട് ഏതും ആയിക്കോട്ടെ. ഇനിയിപ്പോ അത് ലിവിങ് ടുഗദറിലും ആയിക്കോട്ടെ, ദാമ്പത്യത്തിൽ ഒരു അടിമ കുടുംബ ബന്ധം പോലെയാണ്. ആണ് തീർച്ചയായിട്ടും. ഒരു സെക്കൻഡ് മനോജേ, കാര്യം പോക്കാം. അല്ലാതെ എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതിപ്പോ ഈ ചേട്ടൻ പറഞ്ഞതുപോലെ, അല്ലേട്ടൻ പറഞ്ഞ പോലെ ടെക്സ്റ്റൈൽസുകാർ ജ്വല്ലറിക്കാർക്ക് വേണ്ടിയിട്ടൊന്നും അല്ല കാര്യം. അല്ല, ഇത് ജോയി ആലുക്കാസാണോട് ഉണ്ടായിരുന്ന വിവരം അറിഞ്ഞത്. അല്ല, ഞാൻ പറയുന്നത് ഇപ്പൊ ലിവിങ് ടുഗദർ അത് തെറ്റൊന്നും അല്ല. ഞാൻ അതിനെ നിഷേധിക്കുന്നൊന്നുമില്ല. അത് നമ്മുടെ ഇഷ്ടമല്ലേ. നമ്മുടെ ജീവിതം, നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ. രണ്ടുപേർക്ക് ഒരുമിച്ച് ജീവിക്കും. അല്ല, നിങ്ങളിപ്പോ കല്യാണം കഴിക്കാതെ ബീന ആന്റണി ആയിട്ട് ലിവിങ് ടുഗദർ ആയിരുന്നെങ്കിൽ ഇവര് പറയുന്ന ഈ പ്ലസ് പോയിന്റ് ഉണ്ടാവൂ? അല്ല, അതുകൊണ്ട് ഇപ്പൊ ഞങ്ങൾ തമ്മിൽ പ്രശ്നം ഉണ്ടാവില്ല. ഒരു താലി കെട്ടി കുറച്ച് ആളുകളെ വിളിച്ചതിന് സാക്ഷ്യം വഹിച്ചു എന്നതൊഴിച്ചാൽ കല്യാണത്തിന്റെ കാര്യം കഴിഞ്ഞു. പിന്നെ മനസ്സുകൊണ്ടാണ് നമ്മുടെ സ്നേഹം. ഇപ്പൊ എന്റെ ഭാര്യയുടെ കഴുത്തിൽ താലി പോലും ഇല്ല. പണ്ടൊക്കെ ഭർത്താക്കൻ അത് അവൾക്ക് വർക്കിനൊക്കെ പോകുമ്പോൾ അല്ല സർ, ആർട്ടിസ്റ്റുകളുടെ ലൈഫില് താലി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ നമ്മുടെ മാറോട് ചേർത്ത് ഇങ്ങനെ കൊണ്ടുവരാൻ പറ്റില്ല. ഓരോ ക്യാരക്ടറിനും നമുക്ക് പല ഇതാണ്. അപ്പൊ അത് നമ്മള് ഭദ്രമായി. പക്ഷെ അതിട്ടുകൊണ്ട് നടക്കുക എന്ന് പറഞ്ഞാൽ ആരും, എനിക്ക് തോന്നുന്നു പണ്ടത്തെ ആൾക്കാരാണെന്ന് തോന്നുന്നു കൂടുതലും അതൊക്കെ ഭയങ്കര താലി. അങ്ങനെയായിരുന്നു. പക്ഷെ ഞാനൊന്നും ഈ ലേഡീസ്, നമ്മള് ഉത്തമയ ഭാര്യമാരൊക്കെ രാവിലെ എഴുന്നേറ്റിട്ട് താലിയെടുത്ത് രണ്ട് കണ്ണുകളിൽ കാണിക്കുക. പിന്നെ ഭർത്താവിന്റെ പാദങ്ങളിൽ തൊട്ട് അവര് അല്ല, ജീവിതത്തില് പണ്ടത്തെ ഭാര്യമാര് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അതായത് താലി എടുത്ത് ഇങ്ങനെ കാണിക്കുക. പിന്നെ ഇവിടെ സിന്ദൂരം, ആ ലൈസൻസ്, അതെ, എവിടെ കാണുമ്പോഴും അത് വേണമല്ലോ. പണ്ട് ധാരണയുണ്ട്, സിന്ദൂരമൊക്കെ പോയി കഴിഞ്ഞാൽ ഭർത്താവ് തട്ടിപ്പോവും. ഈ താലി ഊരി കഴിഞ്ഞാൽ ഇങ്ങനെ തട്ടിപ്പോവും. ഇന്നിപ്പോ അതൊന്നും ഇല്ല. ഇന്ന് ആളുകൾ മാറി. ഇപ്പൊ എന്റെ ഭാര്യ താലി ഇട്ടില്ല എന്ന് പറഞ്ഞോ, എടി ഞാൻ മരിച്ചു കൂട്ടാ ഞാൻ പറയില്ല. അതിന്റെ ആവശ്യമില്ല. ഓക്കെ ബീന, ഈ ഒരു അതായത് ഇങ്ങനെ കുറെ ഒരു 10-15 വർഷമൊക്കെ പോയി കഴിഞ്ഞാലേ ഈ ഒരു രോഗം പടരും. ഇതൊരു ചെറിയൊരു അസുഖം കൂടാണല്ലോ. സോഷ്യൽ ഒരു റിഫർമേഷന്റെ ഭാഗമായിട്ടാണ് ഇവര് പറയുന്നത്. റിഫർമേഷൻ ആവൂ എന്ന് നമുക്കറിയില്ല. സാർ, ഞങ്ങളിപ്പോ 23 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. വലിയ അത്ഭുതം. അതെ, അത്ഭുതം. ഞങ്ങള് ഒരു വർഷം 2 വർഷം ഒക്കെ പ്രഡിക്ട് ചെയ്ത ആൾക്കാരുണ്ടായിരുന്നു. അതൊക്കെ പെട്ടെന്ന് തീർന്നു. പക്ഷെ എന്തോ ഇതുവരെ ആയി 23 വർഷം വരെ ഇപ്പൊ വലിയ കുഴപ്പമൊന്നുമില്ല. പബ്ലിക്കായിട്ട് കുറെ പ്രാവശ്യം ഞങ്ങൾ പിരിഞ്ഞു എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഒന്നും പിരിഞ്ഞു പോയില്ല. ആഗ്രഹം ഉണ്ടെങ്കിലും സോഷ്യൽ മീഡിയ കുറെ ഇഷ്ടം പോലെ.
പക്ഷെ എനിക്ക് തോന്നുന്ന ഈ വിവാഹം എന്ന് പറയുന്നൊരു ഇപ്പോഴത്തെ ഇവരുടെയൊക്കെ വർത്താനവും ഈ സംസാരങ്ങൾ ഇപ്പൊ ചേട്ടൻ പറഞ്ഞ പോലെയൊക്കെ കേൾക്കുമ്പോ അതൊരു സുഖമല്ലേ, വേറെ കെട്ടുപാടുകളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല അങ്ങനെ തന്നെയാണെന്ന്. അല്ല എന്ന് വിചാരിക്കും. പക്ഷേ എപ്പോഴും ഒരു വിവാഹം എന്ന് പറയുമ്പോഴും അതിനൊരു എന്താ, അതിനൊരു സൗന്ദര്യവും അതിനൊരു ഐശ്വര്യവും, അത് കാണുമ്പോ ആ ഹസ്ബൻഡും വൈഫും എന്നൊക്കെ പറഞ്ഞുള്ള ആ ഒരു കുടുംബം ഇല്ലേ, അതൊരു സുഖം തന്നെയാണ്. ഈ വ്യവസ്ഥ അങ്ങനെ തന്നെ ആ നിൽക്കണം. വ്യവസ്ഥ അതങ്ങനെ ഇതാരാന്ന് ചോദിക്കുമ്പോ എന്റെ ഭാര്യ, ഇതാരാന്ന് ചോദിക്കുമ്പോ എന്റെ ഭർത്താവ്. മറ്റേത് അങ്ങനെ പറയാനും പറ്റില്ല. എന്ത് പറയാം അൽജോസ്, എന്താ പറയാ, ഇത് എന്റെ ലിവിംഗ് ടുഗദർ എന്ന് പറയാൻ പറ്റുമോ? പാർട്ട്ണർ അല്ല, അങ്ങനെ ഒരു സുഖം അത് തന്നെയാണ് അതിന്റെ കുഴപ്പവും. കാണുമ്പോ ഉള്ള ഭംഗിയും ഭാര്യ ഭർത്താവ് എന്ന സൗന്ദര്യം അതിനുണ്ട്. പക്ഷെ കുറെ കഷ്ടപ്പാട്, കഠിനമായിട്ടുള്ള കുറെ സാധനങ്ങൾ അതിന്റെ ഇപ്പുറത്തുണ്ട്. കല്ലിന്റെയും മുള്ളിന്റെയും മോളിൽ കൂടെ നടന്നാലേ വിജയിക്കാൻ പറ്റൂ. ദീപ പിന്നെ എന്തുകൊണ്ട് നമ്മുടെ കുട്ടികൾ യങ് ജനറേഷൻ മാറി ചിന്തിക്കും? അതാ ചോദിക്കുന്നത്. കാരണം വിവാഹത്തിൽ അല്ലെ അവർക്ക് ഇനി എനിക്കൊന്ന് ഈ കല്യാണം കഴിച്ചവരുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നവും ഡിവോഴ്സ് കേസും എല്ലാം കേട്ട് പേടിച്ചാണ്. എന്നോട് ചോദിച്ചാൽ, ഞാൻ 20 വർഷമായി കല്യാണം കഴിച്ച് ഫാമിലി ആയിട്ട് ജീവിക്കുന്ന ആളാണ്. 2 കുട്ടികളുണ്ട്. എന്റെ കുട്ടികളോട് ഞാൻ ചോദിച്ചാൽ അവർ പെട്ടെന്ന് കല്യാണം വേണ്ടെന്ന് പറയും. കാരണം അവർ കാണുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഈ തീരുമാനം എടുക്കുന്ന പലപ്പോഴും പെൺകുട്ടികളാണെന്നാണ് ഞാൻ കണ്ടിട്ടുള്ളത്. കാരണം ഒരു ലിവിങ് ടുഗദർ എന്നുള്ള ഒരു തീരുമാനം, അല്ലെങ്കിൽ കല്യാണം വേണ്ട എന്നുള്ള തീരുമാനം, അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, എത്രമാത്രം ഇല്ല എന്ന് പറഞ്ഞാലും നമ്മുടെ സമൂഹത്തിൽ ഇന്നും പാട്രിയാർക്കി ഒരു വലിയ റോളുണ്ട്. എത്ര ഇല്ല എന്ന് പറഞ്ഞാൽ, ഞാൻ ജോലിക്ക് പോകുന്ന ഒരു സ്ത്രീയാണ്. പക്ഷേ ജോലിക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് വീട്ടിലെ കാര്യങ്ങൾ നോക്കാതിരിക്കാൻ പറ്റില്ല. പക്ഷേ എൻ്റെ പാർട്ട്ണർക്ക് അതിൻ്റെ ആവശ്യമില്ല എന്നാണ് നമ്മുടെ സൊസൈറ്റി പൊതുവെ കരുതി വെച്ചിരിക്കുന്ന ഒരു കാര്യം. അപവാദങ്ങളുണ്ട്. വീട്ടിൽ നന്നായി സഹായിക്കുന്ന പുരുഷന്മാരുണ്ട്, 2 പേരും ജോലികൾ ഷെയർ ചെയ്ത് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് 10% കുടുംബങ്ങളിൽ മാത്രമേ ഉള്ളൂ. ഇതാണ് നമ്മുടെ കുട്ടികൾ കണ്ടു വളരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരുപക്ഷെ നമ്മൾ ഇപ്പോഴേക്ക് ആലോചിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ 2035 എല്ലാവർക്കും ലിവിങ് ടുഗദർ എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് തന്നെ കേരളത്തിൽ വന്നു എന്ന് വരും. അങ്ങനെ വരാൻ പാടില്ലല്ലോ. ഇല്ല, അങ്ങനെ വരാൻ സാധ്യതയില്ല. അങ്ങനെ വന്നാൽ ഉള്ള കുഴപ്പം എന്തായിരിക്കും? അല്ല, ഇവിടെ ഒരു ടോട്ടൽ കയോസ്, സൊസൈറ്റൽ കയോസ് ആയിരിക്കും. എനിക്ക് തോന്നുന്നത് ബേസിക് സ്ട്രക്ചർ, ഒരു സൊസൈറ്റിയുടെ ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത് നോക്കുമ്പോൾ അതിന്റെ ആ ഫൗണ്ടേഷൻ ഫാമിലി എന്നുള്ളതിലാണ്. ഇപ്പോ അനിലും അഞ്ജനയൊക്കെ പറഞ്ഞതുപോലെ ഇതിനെ ഒരു ലീഗാലിറ്റിയിൽ ഫൗണ്ടേഷൻ വേണ്ടാന്ന് തെളിയിച്ച് വിജയകരമായ 4ാം കൊല്ലത്തിലേക്ക് കടന്നു. പക്ഷെ ഇപ്പൊ ഞാൻ പറയാം, അനിലും അഞ്ജനയും ഇവിടെ ഇരിക്കുന്നത് ഏതൊക്കെയോ അവരുടെ 2 കൂട്ടരും അച്ഛനമ്മമാരുടെ മക്കളായിട്ടാണല്ലോ വളർന്നു വന്നത്. ഇപ്പോൾ അവർക്ക് തോന്നുന്നത് വലുതായി കഴിഞ്ഞപ്പോൾ അതിലൊരു വലിയ കാര്യം ഈ ഒരു ഇൻസെക്യൂരിറ്റി, സൊസൈറ്റിയിലുള്ള ഒരു ടോട്ടൽ ഇൻസെക്യൂരിറ്റി ഉണ്ട്. ആ ഇൻസെക്യൂരിറ്റി കൊണ്ടാണ് വിവാഹ ജീവിതത്തിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അടിമയാവുമോ, ഞാൻ ഉടമയായി മാറാൻ പറ്റുമോ എന്നൊക്കെയുള്ള ഒരു ചിന്ത വരുന്നത്. ഇതിന് അപവാദം അല്ല, അങ്ങനെയുള്ള കുടുംബങ്ങളുണ്ട്, ഇല്ലാന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ അത്തരം കുഴപ്പക്കാരെ മാത്രം കണ്ടിട്ട് അതാണ് പറഞ്ഞ് ജനറലൈസ് ചെയ്യാൻ പാടില്ല. അതാണ് അങ്ങനെയല്ലാത്ത കുടുംബം എവിടെയാണ് കണ്ടിരിക്കുന്നത്? നമ്മള് അവരുടെ കുടുംബത്തിനുള്ളിലേക്ക് ഒന്ന് കയറി ചെല്ലണം. അങ്ങനെയൊക്കെ ഒരുപാട് അഭിനയിക്കുന്ന ആൾക്കാര്. ഒരു വിവാഹം എന്ന് പറയുന്നത് ഒരു പുരുഷന്റെ ആവശ്യമാണ്. ഒരു പുരുഷന്റെ ആവശ്യം ഒരു കാര്യം മാത്രം. ആക്ച്വലി ഇവിടെ ഒരു സൈക്കോളജിസ്റ്റ് ഉണ്ട്, ഷീ ക്യാൻ വെരിഫൈ. ഞാൻ പറയുന്നത് ഷീ ക്യാൻ വെരിഫൈ. ബട്ട് എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതൊരു ഹ്യൂമൻ ബീങ് പോട്ടെ, ഒരു കുഞ്ഞ് ജനിച്ചാൽ തന്നെ ആ കുഞ്ഞ് കരയുമ്പോൾ അത് ആദ്യം നോക്കുന്നത് എൻ്റെ കംഫർട്ട്, അല്ലെങ്കിൽ എന്നെ ടേക്ക് കെയർ ചെയ്യാൻ സ്ഥിരമായി ഒരാളുണ്ടോ എന്നുള്ളതായിരിക്കും ആ കുഞ്ഞിൻ്റെ ഏറ്റവും വലിയ കംഫർട്ട് എന്ന് പറയുന്നത്. കാരണം എന്നും ഒരാൾ എന്നെ നോക്കാനുണ്ടോ എന്നുള്ളതാണ്. ഇപ്പം എനിക്ക് 3 വയസ്സായ ഒരു കുഞ്ഞുണ്ട്, അവനാണല്ലോ നോക്കുന്നത്. സത്യം പറഞ്ഞാൽ ഞാനുണ്ടോ അല്ലെങ്കിൽ അവനെ നോക്കുന്ന ഒരാളുണ്ട്. ആ അന്ന എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അവൻ ചോദിക്കും അന്ന ഉണ്ടോ എന്നാണ് നോക്കുന്നത്. ഈ അന്ന എന്ന് പറയുന്നത് അവൻ്റെ മനസ്സിൽ ആസ് എ ഹ്യൂമൻ ബീങ്, ആസ് ഹി ഗ്രോസ്, റെഗുലർലി എനിക്ക് കംഫർട്ട് തരാൻ ഒരാൾ സ്ഥിരം എൻ്റെ ജീവിതത്തിൽ ഉണ്ടോ. ദി അറ്റാച്ച്മെന്റ് തിയറി എന്ന് നമുക്ക് വേണമെങ്കിൽ ഇന്ന് പറയാം. ഏതൊരു ഹ്യൂമൻ ബീങ് വിവാഹം തമ്മിൽ ബന്ധപ്പെടുത്തിയതുകൊണ്ടാണ് പ്രശ്നം പറ്റില്ല. ഇവർ 2 പേരും 4 years ആയിട്ട് ലിവിംഗ് ടുഗദർ ആണ്. സീരിയസ്ലി വി വെരി ഹാപ്പി ഫോർ യു. വാട്ട് എവർ ഇസ് വർക്കിംഗ് ഫോർ യു, ഇറ്റ് ഇസ് ഗ്രേറ്റ്. വൈ ആർ യു നോട്ട് ഗെറ്റിംഗ് മാരിഡ്? നിങ്ങൾ എന്തിനാണ് ഭയക്കുന്നത്? Why not? For what? What are you fearing about marriage? Why? Why not? വിവാഹം കഴിക്കണം പറഞ്ഞ് പറ്റിക്കല്ലേ? ഇതൊക്കെ പണ്ടത്തെ കാലത്ത്. വിവാഹം കഴിച്ചാലേ കുഞ്ഞുണ്ടാവും, ദയവേത് പറഞ്ഞ് പറ്റിക്കല്ലേ? നേരത്തെ രാഹുൽ ഈശ്വർ പറഞ്ഞതുപോലെ വിവാഹം കഴിഞ്ഞാലേ കുടുംബം ഉണ്ടാവുള്ളൂ, അത് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുണ്ടാവുള്ളൂ, എന്നാലേ സമൂഹം ഉണ്ടാവുള്ളൂ. കുട്ടിയുടെ അച്ഛനാരാ? സ്കൂളിൽ പോകുമ്പോ കോളത്തിൽ ആരെ ഫില്ല് ചെയ്യും? എന്തിനാണ്? അതിന്റെ ആവശ്യമില്ല. അച്ഛനും അമ്മയും ആരെ ഫില്ല് ചെയ്യും?
അവിടെ അമ്മയുടെ പേര് വെക്കാം. എന്റെ അച്ഛന്റെ പേര് വേണ്ടേ? അച്ഛന്റെ പേര് ആവശ്യമില്ല. കണ്ടോ, അടിസ്ഥാനപരമായി അച്ഛൻ വേണ്ടാന്ന് പറയുന്ന സിസ്റ്റമാണ്. അല്ല രാഹുൽ, ഇപ്പം രാഹുലിനെ ഒരു ദിവസം രാഹുലിന്റെ അമ്മ അടുത്ത് വിളിച്ചിട്ട് മോനെ രാഹുലേ, നിന്നോട് സത്യം ഇപ്പോഴെങ്കിലും ഞാൻ പറഞ്ഞേ ഒക്കൂ എന്ന് പറഞ്ഞിട്ട് പറയാണ്, ഇതല്ല നിന്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ തീരുന്നതേ ഉള്ളൂ. ഇതാണ് കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ മണ്ടത്തരം. DNA ടെസ്റ്റ് എന്ന് കേട്ടിട്ടുണ്ടോ? ഉണ്ട്. ഇത് കഴിഞ്ഞ നൂറ്റാണ്ടിലെ മണ്ടത്തരമാണ്. സയന്റിഫിക്കലി അച്ഛൻ ആരാന്ന് തെളിയിക്കാം. കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഫാർ ലെഫ്റ്റ് അങ്ങനെ രാഹുൽ അങ്ങനെ തെളിയിച്ചിട്ടല്ല ആരാണെന്ന് പറഞ്ഞാലും DNA വെച്ച് ഒരാളെ അച്ഛനാണെന്ന് തെളിയിക്കാൻ പറ്റൂലേ? സാറിന്റെ അമ്മ ആരാണെന്ന് പറഞ്ഞാലും ഒരു അച്ഛനല്ലേ ഉള്ളൂ DNA-യിൽ. അതെ അല്ലേ? ഞാനൊരു ബയോമെഡിക്കൽ എഞ്ചിനീയറാണ്. അപ്പൊ ഇത് ശാസ്ത്രമല്ല, ഇത് കപടശാസ്ത്രമാണ്. ഫാർ ലെഫ്റ്റ് തീവ്ര ഇടത് തിയറിയാണ്. അതായത് കഴിഞ്ഞ നൂറ്റാണ്ടിൽ അമ്മ കാണിച്ചു തരുന്ന ആളാണ് അച്ഛൻ, അല്ല ശാസ്ത്രീയപരമായി നമുക്കൊരു അച്ഛൻ. ചെക്ക് ചെയ്തിട്ടുണ്ടോ? അമ്മ ചെക്ക് ചെയ്തിട്ടുണ്ടോ? അല്ല, അച്ഛൻ ചെക്ക് ചെയ്തിട്ടുണ്ടോ? അമ്മ മാത്രം സത്യം, അച്ഛൻ സത്യമല്ലേ? അമ്മ പറയുന്നത് മാത്രമാണ്. ഇനി ഇപ്പൊ അമ്മയുടെ ഒരു ഹോസ്പിറ്റൽ നേഴ്സ് വന്നേച്ച് പറയാണ്, അതെ മാമിന്റെ അമ്മയോട് പറയാണ്, അതെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അവിടെ വന്നിട്ട് അന്ന് നിങ്ങൾക്ക് ഒരു ആൺകുട്ടിയെ വന്നത്, പക്ഷെ പൈസ ഒരാൾ വന്നു അവർക്ക് ആൺകുട്ടി DNA ടെസ്റ്റ് കേട്ടിട്ടില്ലേ? അതെ, അത് ടെസ്റ്റ് ആണോ? നമ്മളിപ്പോ ശാസ്ത്രീയമായി നമുക്കൊരു അച്ഛനും അമ്മയും ഇല്ലേ? രാഹുൽ, ടെസ്റ്റ് ചെയ്തിട്ടാണോ നമ്മൾ അച്ഛനും അമ്മേനും? അല്ലല്ലോ, ടെസ്റ്റ് ചെയ്യാം. അങ്ങനെ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അമ്മയും ഇല്ല. ഇതാണ് സാർ ഈ ചിന്താധാരയുടെ അപകടം. ഇതാണ് അടിസ്ഥാനപരമായ അച്ഛനും അമ്മയും ഇല്ലെന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. അങ്ങനെയല്ല. ഓരോ കുഞ്ഞിനും, അങ്ങനെയല്ല പറഞ്ഞത്, ഓരോ കുഞ്ഞിനും അച്ഛനും അമ്മയുണ്ട്. അത് കല്യാണം കഴിച്ച അവരുടെ ബയോളജിക്കൽ റിയാലിറ്റിയാണ്. അതിനെ നിങ്ങൾക്ക് ഒരു കുട്ടിയെ സംബന്ധിച്ച് അച്ഛന്റെ അമ്മയുടെയും കെയർ ഗീവിംഗ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതിലിപ്പോ അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന പല കാര്യങ്ങളും അച്ഛന് കൊടുക്കാൻ പറ്റുന്ന പല കാര്യങ്ങളും ഉണ്ട്. അതിൽ ഒന്ന് നഷ്ടപ്പെട്ടു പോയാൽ അത് കുട്ടിയെ ഭാവിയിലേക്ക് ബാധിക്കും. അതിന് പറയുന്നതാണ് സെക്യൂർ അറ്റാച്ച്മെന്റ് സ്റ്റൈൽ എന്ന്. അതായത് കുഞ്ഞിലെ എങ്ങനെയാണോ അവരുടെ പ്രൈമറി കെയർ ഗീവർ അവരെ ടേക്ക് കെയർ ചെയ്യുന്നത്, അതനുസരിച്ചിരിക്കും അവർ ഭാവിയിൽ ഒരു റിലേഷൻഷിപ്പിലോട്ടൊക്കെ കിടക്കുമ്പോൾ പെരുമാറുന്ന രീതി. അതിനിപ്പോ അച്ഛൻ വേണ്ട അമ്മ മാത്രം മതി എന്ന് പറയുന്നതിനോട് യോജിപ്പില്ല. രണ്ടും വേണം. അച്ഛനും അമ്മയ്ക്കും കൊടുക്കാൻ പറ്റുന്ന ആ ഒരു കെയർ ഗീവിംഗും കാര്യങ്ങളും മറ്റാർക്കും കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞിട്ടില്ലെന്ന് പറയുന്നു. അമ്മ കല്യാണം കഴിച്ച ആളാണ് എന്റെ അച്ഛൻ എന്ന് കുഞ്ഞ് ചോദിച്ചിട്ടില്ല. കുഞ്ഞിന് വേണ്ടത് അച്ഛനും അമ്മയാണ്. ഒരേ ഒരു കാര്യം, ഇപ്പൊ നമ്മൾ എല്ലാവരും ഇവിടെ ഇപ്പോൾ കല്യാണം കഴിക്കണോ കുട്ടികൾ ഉണ്ടാവാൻ, അല്ലെങ്കിൽ കുട്ടികൾക്ക് ഇപ്പൊ അച്ഛനും അമ്മയുടെയും പേര് പോരെ, നമ്മൾ ചിന്തിക്കാത്ത ഒരു കാര്യം എന്ന് വെച്ചാൽ ആ കുട്ടിയുടെ മാനസിക വളർച്ചയ്ക്ക് പഠനങ്ങൾ തന്നെ തെളിയിക്കുന്ന കാര്യം സ്റ്റെബിലിറ്റി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോൾ നമ്മൾ ഫിഫ വേൾഡ് കപ്പ് വരെ കഴിഞ്ഞു, ഒരുപാട് പ്രഡിക്ഷൻ കോമ്പറ്റീഷൻസ് ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഇത്ര പ്രവചനങ്ങൾ ഉണ്ടാവുന്നത്? കാരണം മനുഷ്യൻ എന്നും സർട്ടനിറ്റി, പ്രഡിക്റ്റബിലിറ്റി, നാളെ എന്ത് സംഭവിക്കുന്നു എന്ന് അറിയാനുള്ളൊരു ആഗ്രഹം, സ്റ്റെബിലിറ്റി, ഇതെന്നും ഏതൊരു മനുഷ്യനും ഉണ്ട്. ഈ ജനിക്കുന്ന കുട്ടിക്ക് എൻ്റെ അച്ഛനും അമ്മയും എന്നും ഇവർ തന്നെ ഒരുമിച്ച് എന്നോടൊപ്പം ഉണ്ടാവുമോ, എനിക്കിപ്പോൾ കിട്ടുന്ന സന്തോഷം എന്നും ഉണ്ടാവുമോ എന്നറിയാനുള്ളൊരു താല്പര്യം, ആഗ്രഹം, ഇതെല്ലാം ആ കുട്ടിയുടെ സെക്യൂരിറ്റിയും ബാധിക്കുന്നുണ്ട്. കുട്ടികൾക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ട് വിവാഹം ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ ആ കുട്ടിയുടെ നാളെ കുറിച്ചുകൂടി ആലോചിക്കണമെങ്കിൽ സ്റ്റെബിലിറ്റി ഒരു വക്കീലിന് പൈസ കൊടുക്കാൻ വേണ്ടിയല്ല കേരളത്തിലെ ജയിലുകൾ. കേരളത്തിലെ ജയിലുകൾ നോക്കിക്കഴിഞ്ഞാല് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മ അച്ഛൻ കുട്ടി, അമ്മ അച്ഛൻ കുട്ടീനെ ഉണ്ടാക്കുന്നു, അങ്ങനെ ചെയ്യുന്നു, അല്ലെങ്കിൽ അമ്മ അച്ഛൻ ഇങ്ങനെ പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ റീപ്രൊഡക്ഷൻ ബേസ് ചെയ്തിട്ട് ഈ മൊത്തം കാര്യങ്ങളെ കല്യാണത്തിന് അനലൈസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ അദൃശ്യരക്കപ്പെട്ടു പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതിൽ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് ഞാൻ. ഞങ്ങൾ കല്യാണം കഴിച്ചോട്ടെ എന്ന് ചോദിച്ചിട്ട് കോടതിയിൽ കയറി ഇറങ്ങാൻ തുടങ്ങിയ കാലം കുറെ നമ്മൾ ഇതുവരെ സമ്മതിച്ചിട്ടില്ല. അതിന്റെ ഒരു പ്രധാന കാരണം എന്ന് വെച്ചാൽ ലെസ്ബിയൻ ഗേ ആളുകൾക്ക് ഇവിടെ മാരേജ് റൈറ്റ്സ് ഇല്ല. ബൈനറി ജെൻഡറിലുള്ള ഇപ്പോ ലേറ്റസ്റ്റ് വിധിയിൽ ട്രാൻസ്മാനും ട്രാൻസ് വുമണും ആണെങ്കിൽ, അല്ലെങ്കിൽ ട്രാൻസ്മാനും സിസ് വുമണും ആണെങ്കിലൊക്കെ കല്യാണം കഴിക്കാം. ട്രാൻസ്മാനും കല്യാണം കഴിക്കുന്നില്ല. ഇതൊക്കെ എങ്ങോട്ടാ വിരൽ ചൂണ്ടി പോകുന്ന വെച്ചാൽ നിങ്ങൾക്ക് കുട്ടികളെ ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ, അപ്പൊ നിങ്ങൾ കല്യാണം കഴിക്കണ്ട, അതിന്റെ ആവശ്യമില്ല. ആ ഒരു കാര്യത്തിലാണ്. ഒരു കാര്യം ചോദിച്ചോട്ടെ, മാരേജിൽ ഇത്രയും പ്രധാനമില്ലെങ്കിൽ എന്തുകൊണ്ട് ഈ മാരേജ് റൈറ്റ്സിന് വേണ്ടി ഇത്രയും ബുദ്ധിമുട്ടുന്നത്? അനിലേട്ടനല്ലേ പറഞ്ഞത്, ഞാനല്ലല്ലോ. ഞാൻ വന്നപ്പോ തന്നെ ബീനേച്ചിനോട് പറയായിരുന്നു, എന്റെ രൂപം കണ്ടപ്പോ കല്യാണം വേണ്ടാത്ത ആളല്ലേ ചോദിച്ചു. അയ്യോ ആരും എനിക്ക് കല്യാണം കഴിക്കണം, അതാ ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഞാൻ എന്താണ് പറയുന്നത്, ഈ ഒരു ആദ്യത്തെ നമ്മുടെ ചോദ്യം ഉണ്ടല്ലോ, കല്യാണം എന്ന എന്താ പറയാ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നിലനിൽക്കുമോ, വ്യവസ്ഥ ഉണ്ടാവോ ഇല്ലയോ എന്നുള്ളതിന് എനിക്ക് കൃത്യമായിട്ടുള്ള സ്റ്റാൻഡ് എന്ന് വെച്ചാൽ ഇവിടെ ആ വ്യവസ്ഥ
ഒരു രൂപത്തിൽ അല്ലെങ്കിൽ പല രൂപത്തിൽ അല്ലെങ്കിൽ മാറിയ രൂപത്തിൽ ഇവിടെ നിലനിൽക്കും എന്ന് തന്നെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഈ ഭരിക്കപ്പെടേണ്ടവൾ ഭാര്യ, അതേപോലെ ഈ പിന്നെ അന്നദാതാവ് ഭർത്താവ് എന്നുള്ള ഒരു അതൊക്കെ പണ്ടാണ് പറഞ്ഞതൊക്കെ. എന്റെ അപ്പച്ചന്റെയും അമ്മച്ചന്റെയും അവരുടെയൊക്കെ അപ്പൂപ്പന്റെ അമ്മൂമ്മയുടെ കാലത്തൊക്കെ ഉണ്ടാവും. ഏത് ഭർത്താവ് ജോലിക്ക് ചെയ്ത് കൊണ്ടുവരുന്നു, അത് ഭക്ഷിച്ച് അവിടെ, അതൊക്കെ പണ്ട്. മാത്രല്ല മനോജിന് ഒരു അന്നദാതന്റെ കുപ്പായം ഒരിക്കലും കേറത്തില്ല. കാര്യം മീന ആന്റണി ജോലി ചെയ്തില്ലേ? അല്ല, നമ്മൾ ഈക്വലായിട്ട് ഞങ്ങൾ രണ്ടുപേരും ഈക്വലായിട്ട്, ഒരാളും അടിമയല്ല. എനിക്ക് എന്റേതായിട്ടുള്ള ഫ്രീഡം തരുന്നുണ്ട്, മനുവിനായിട്ടുള്ള ഫ്രീഡം. പക്ഷേ ഫ്രീഡം തരിക എന്ന് പറഞ്ഞാൽ അലിൻ ജോസിന് പ്രശ്നമാണ്. അല്ല, ഫ്രീഡം ഉണ്ട്. ഞങ്ങൾ അതൊരിക്കലും ഫ്രീഡം അങ്ങനെ ആരിൽ നിന്നും തട്ടിപ്പറിക്കേണ്ട, ഞങ്ങൾക്ക് ഫ്രീഡം ഓൾറെഡി തരാൻ പറ്റുന്ന നല്ല ഫ്രീഡം. ബന്ധങ്ങളുടെ കൊണോട്ടേഷൻ മാറിക്കഴിഞ്ഞു. പഴയ കാലത്തെ വിവാഹമല്ല ഇന്നത്തെ കാലത്തെ വിവാഹ ജീവിതം എന്ന് പറയുന്നത്. ഇതില് വിവാഹത്തില് ഈ കുട്ടികളെ ഉണ്ടാക്കുക എന്ന് പറയുന്നത് വെറും ഒരു പാർട്ട് മാത്രമാണ്. അത് മാത്രം അല്ല, അതിനകത്ത് ജനറേഷൻ നിലനിൽക്കണമെന്നാണ് അല്ല അനില് പറഞ്ഞ ഒരു കാര്യമുണ്ട്, കുട്ടികളെ ഉണ്ടാക്കാൻ കല്യാണം കഴിക്കേണ്ട കാര്യമില്ല കുഞ്ഞുങ്ങൾ. ഇതൊക്കെ പണ്ടത്തെ കാലത്ത് പഠിക്കുന്ന കാലത്ത് പഴയ കാലത്തൊക്കെ ആൾക്കാർ പറഞ്ഞു വരുത്തിയ സാധനമാണ് വിവാഹം കഴിച്ചാലേ കൊച്ചുണ്ടാവും. അതിന്റെ ആവശ്യമില്ലെന്ന് ഇപ്പൊ ഏത് കുഞ്ഞിന് പോലും അറിയാം. പബ്ലിക് അതിന് വേറെ പബ്ലിക് എന്തും പറയട്ടെ, അത് കുറച്ച് പേര് ഉത്തരങ്ങളുണ്ട്. ലോകത്തില് വെൽഫെയർ സ്റ്റേറ്റുകളാണ് മിക്കവാറും എല്ലാ രാജ്യങ്ങളും. അതുകൊണ്ട് സമൂഹത്തിന്റെ ഉത്തരവാദിത്വമാണ് കുഞ്ഞുങ്ങൾ. അല്ലാതെ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ ഉത്തരവാദിത്തമാണ്, ഒരു സമൂഹത്തിന്റെ അല്ല. സമൂഹം അവർക്ക് കെയർ ചെയ്യാം. എന്റെ കുഞ്ഞ് എന്റെ ഉത്തരവാദിത്തമാണ്, അല്ല നാട്ടുകാരുടെ ഉത്തരവാദിത്തമാണ്. ഉറപ്പായിട്ടും സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണ്. ഒരു കുഞ്ഞിനെ മോശമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് വരും. ഈ കുഞ്ഞുങ്ങളിൽ മാത്രം കുഞ്ഞുങ്ങളില്ലേ എനിക്ക് അഭിപ്രായമുള്ളത്. കുഞ്ഞുങ്ങളിൽ മാത്രം ചർച്ച ഒതുങ്ങരുത്. കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് വലിയൊരു ഫാക്ടർ തന്നെയാണ്. പക്ഷെ അതുപോലെ തന്നെ നമ്മളൊരു കുടുംബം എന്ന് പറയുമ്പോൾ രണ്ട് വ്യക്തികൾ തമ്മിൽ, പാർട്ട്നേഴ്സ് തമ്മിലുള്ള അക്കൗണ്ടബിലിറ്റി, റെസ്പോൺസിബിലിറ്റി, അതുപോലെ തന്നെ റെസ്പെക്ട്, അതുപോലെ തന്നെ നമുക്കൊരു മെഡിക്കൽ ഡിസിഷൻ ഷെയറിങ്, ഇതിനൊക്കെ കല്യാണം ലീഗലൈസ് ചെയ്യണമെന്ന് ആവശ്യമില്ല എന്നാണ് അനിലും അഞ്ജനയും പറയുന്നത്. തീർച്ചയായും. പക്ഷേ അങ്ങനെയുള്ളൊരു ബന്ധത്തിൽ ഏത് നിമിഷവും അവിടുന്ന് ഇറങ്ങി പോകാൻ പറ്റും. ഇറങ്ങി പോവാതിരിക്കുക എന്ന് പറയുന്നത് കൂച്ചുവിലം കാണുന്നതായിരിക്കും അവർ പറയുന്നത്. പക്ഷേ അല്ല, ലയബിലിറ്റി അല്ല എല്ലാ കുഴപ്പം പിടിച്ച കാര്യങ്ങളുണ്ടെന്ന് വെച്ച് ജനറലൈസ് ചെയ്ത് എല്ലാ വിവാഹ ബന്ധങ്ങളും കുഴപ്പമാണെന്ന് പറയുന്നത് തെറ്റാണ്. ഒരു കാര്യം കൂടെ അവിടെ നേരത്തെ ആ സുഹൃത്ത് പറഞ്ഞത് വളരെ സ്വാഗതാർഹമാണ്. അതായത് ജെൻഡർ റോൾസ് പഴയ രീതിയിൽ നിലനിൽക്കുന്നില്ല. നമ്മൾ അത് അംഗീകരിക്കുകയും പുതിയ തലമുറയെ കൂടി അത് എഡ്യൂക്കേറ്റ് ചെയ്യുകയും ചെയ്യണം. എന്നേക്കാൾ കൂടുതൽ എന്താ പറയണേ കോർപ്പറേറ്റ് എക്സ്പീരിയൻസ് ഉള്ളതും എന്നേക്കാൾ ഹയർ സാലറി മേടിക്കുന്ന ആളാണ് ദീപ. എനിക്കത് അഭിമാനമേ ഉള്ളൂ. ഈ ഒരു കോംപ്ലിമെന്റാരിറ്റി നമുക്ക് ഉണ്ടാകണം. അതിലൂടെ പോവുകയാണെങ്കിൽ ഈ കല്യാണം നിലനിൽക്കും. രണ്ട്, കുട്ടികൾ കല്യാണത്തിന്റെ ഒരു പ്രധാന ഭാഗമാണ്. അത് മാത്രമല്ല, നേരത്തെ പറഞ്ഞതുപോലെ പരസ്പരമുള്ള ഇഷ്ടം, റെസ്പെക്ട്, ലോങ് ടേം റിലേഷൻ, ഇതെല്ലാം ഒരു സ്റ്റെബിലിറ്റിയോടെ നിൽക്കണ്ടേ. ഇതൊന്നും കാണാതെ വളരെ യാന്ത്രികമായി സ്റ്റേറ്റ് അവരെ നോക്കിക്കോളൂ എന്ന് പറയുന്നതിന് അർത്ഥമില്ല. ഫാദറെ, ഈ പാപികളുടെ പുറകണമേ മനുഷ്യ സമൂഹം ഇത്ര സുന്ദരമായിട്ട് ഇവിടെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോഴും കുറവുകളുണ്ടെങ്കിലും ഇതിന്റെ പിന്നില് വിവാഹം കൊടുക്കുന്ന വലിയൊരു പോസിറ്റീവ് കോൺട്രിബ്യൂഷൻ ഉണ്ട്. സ്ത്രീയുടെയും പുരുഷന്റെയും മനഃശാസ്ത്രങ്ങൾ, ഫിസിയോളജി തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. അതിപ്പോ നമ്മുടെ AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ലോകത്തിലേക്ക് വന്നപ്പോൾ ഇത് തമ്മിൽ ഈ സിറ്റുവേഷൻ അഡാപ്റ്റ് ചെയ്യുന്നതിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഇപ്പൊ കറന്റ് സിറ്റുവേഷൻ അനുഭവിക്കുന്നുണ്ട്. അത് ദമ്പതികളുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഞാനൊരു ഫാമിലി സൈക്കോളജിസ്റ്റ് എന്ന നിലയിൽ ഒരു 400 കേസുകളുടെ ഡിവോഴ്സ് സൈക്കോളജിക്കൽ അസസ്മെന്റ് തയ്യാറാക്കിയ ആളാണ്. അപ്പൊ അതിൽ എനിക്ക് കാണാൻ പറ്റിയ ഏറ്റവും വലിയൊരു പ്രത്യേകത, ഈ പുരുഷന്റെയും ഈ സ്ത്രീയുടെയും പേഴ്സണാലിറ്റിയിൽ ചില ഇൻഫ്ലെക്സിബിൾ മാലഡപ്റ്റീവ് പേഴ്സണാലിറ്റി ട്രൈറ്റ്സ് ആണ് ഇവിടെ ഇഷ്യൂ ഉണ്ടാക്കുന്നത്. വിശദമാക്കിയാൽ എന്ന് പറഞ്ഞാല്, ഇമോഷണലി വളരെ അൺസ്റ്റേബിൾ ആയ ഒരു പെൺകുട്ടി, അവൾക്ക് ഇഷ്ടമില്ലാത്തൊരു വാക്ക്, ചെയ്തി, സംസാരം, പ്രവർത്തനം വന്നാൽ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുക, വയലന്റ് ആവുക, വളരെ ഫ്ലക്ച്വേറ്റ് ചെയ്യുക. കാരണം അവൾക്ക് സ്നേഹം വന്ന ഭയങ്കര സ്നേഹം, ദേഷ്യം വന്ന ഭയങ്കര ദേഷ്യം. ഭർത്താവ് ഒറ്റ കാര്യം ആഗ്രഹിക്കുന്നുള്ളൂ, 1 മണിക്കൂർ ഒരാഴ്ചയെങ്കിലും ഒരു സ്റ്റേബിൾ മൂഡിങ്ങിൽ ഉണ്ടായിരിക്കണം. ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി എന്ന് പറയാം. ഇത് നമ്മുടെ പെൺകുട്ടികളുടെ ഇടയിൽ ഇപ്പൊ ധാരാളം ഉണ്ട്. ഇമോഷണൽ റെഗുലേഷന്റെ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ആയിട്ട് ഡയഗ്നോസിസ് അഞ്ചു തൂത്തിരിക്കുന്ന ആളാണ് ഞാൻ. ഇത് ജെൻഡർ, അതെ, ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ക്ലിനിക്കലി ഡയഗ്നോസിസ് കിട്ടിയിട്ടുള്ള ആളാണ്. മെഡിസിൻ എടുക്കുന്ന ആളാണ് 5-6 വർഷമായിട്ട്. പക്ഷേ അതുകൊണ്ട് എന്തോ അപകടമുള്ളത് എനിക്ക് അപകടം എന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിൻ ഫംഗ്ഷനിങ് ഭയങ്കര ഡിഫറെന്റ് ആണ്. നമുക്ക് ഇമോഷൻസ് ഫീൽ ചെയ്യുമ്പോൾ നല്ല ഹാപ്പി ആകുമ്പോൾ ഭയങ്കര ഹാപ്പി, പിന്നെ സാഡ് ആകുമ്പോൾ നല്ല സാഡ്, ചില ആളുകൾക്ക് ഇമ്പൾസിവിറ്റി ഉണ്ടാവും, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇതൊക്കെ തന്നെയും എന്താ പറയാ
പറയാ ഒരു എക്സ്ക്യൂസോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും അല്ല. ഇപ്പൊ തെറപ്പിയിലൂടെ മെഡിക്കേഷനിലൂടെ വളരെ കൃത്യമായിട്ടുള്ള ദ സോ കോൾഡ് നോർമൽ ലൈഫ് കൊണ്ടുപോകാൻ എല്ലാവിധ കപ്പാസിറ്റി ഉള്ള ആൾക്കാർ തന്നെയാണ് ഞങ്ങളും. ഡിവോഴ്സിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ഒരു അഭിഭാഷകനാണ്, അതുകൊണ്ട് വ്യക്തമായിട്ട് പറയാം. ഈ ഡിവോഴ്സ് എന്ന് പറയുന്ന സംഭവം, ഒന്നാമത്തെ സംഭവം ഡിവോഴ്സ് നല്ലതാണ്. കാരണം സഫർ ചെയ്തുകൊണ്ട് ഒരു റിലേഷൻ മുന്നോട്ട് പോകുന്നേക്കാളും നല്ല ഡിവോഴ്സ് തന്നെയാണ് ഒന്നാമത്തെ കാര്യം. ഇദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ടോ? അല്ല, ആവശ്യമെങ്കിൽ ഒരു ആവശ്യം വന്നിട്ടില്ല, ഇതൊരു ആവശ്യം വന്നിട്ടില്ല, ഞാൻ വ്യക്തമായിട്ട് പറയാം. രണ്ടാമത് സംബന്ധിച്ച് ഈ മാരേജും, നേരത്തെ ഈ മാരേജിനും കുട്ടികളും അത് മാരേജ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളതിൽ താങ്കൾ രണ്ട് തരത്തിൽ കാണണം. അംഗീകരിക്കുന്നുണ്ടോ? ഇനിയുള്ള കാലത്ത് അംഗീകരിക്കാൻ പറ്റില്ല. ഇല്ല. ഇപ്പോ മാരേജ് ഒരു വേർഡ് മാത്രമല്ല, മാരേജ് എന്ന് പറയുമ്പോൾ തന്നെ മറ്റുള്ളവർ ഇട്ടിട്ടുള്ള ഒരുപാട് ഗൈഡ് ലൈൻസ് അനുസരിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കേണ്ടി വരിക ചെയ്യുന്നത്. ഞങ്ങൾ മാരീഡ് കപ്പിൾസ് ആണ്. ഞങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ തുടക്കത്തിൽ ആ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇതിനകത്ത് വെച്ചാൽ ഇൻഡിവിജ്വാലിറ്റിക്ക് യാതൊരു സ്ഥാനം, ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഇദ്ദേഹം ഒരു വ്യക്തിയാണെന്നല്ല, എൻ്റെ ഭാര്യയാണ് എന്നുള്ള രീതിയിൽ തിരിച്ചും പാട്രിയാർക്കൽ ഭാഗമായിട്ട് പുരുഷന്മാർ ഇതിനകത്ത് കുറെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. അപ്പൊ എൻ്റെ സൈഡ് ഇപ്പോൾ ഭർത്താവുന്ന രീതിയിൽ ഞാൻ കുറെ കാര്യങ്ങൾ ബാധ്യസ്ഥനാണ്. അതായത് സമ്പാദിക്കാൻ ബാധ്യസ്ഥനാണ്, അദ്ദേഹത്തിന് ചെലവ് കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. ഇതുപോലെ തന്നെ ഭാര്യ എന്ന രീതിയിൽ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ബാധ്യസ്ഥയാണെന്നുള്ള കൺസെപ്റ്റ് വെച്ചിട്ടാണ് മാരേജിലേക്ക് വരുന്നത്. പക്ഷെ ഈ കൺസെപ്റ്റാണ് പ്രശ്നം. മനസ്സിലായി? അതായത് ഇദ്ദേഹം എന്താണോ ആ രീതിയിൽ അദ്ദേഹത്തിന് അംഗീകരിക്കും, അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റീനെ അംഗീകരിക്കും, അദ്ദേഹത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന് ചെയ്യാവുന്നു. തിരിച്ചിങ്ങോട്ടായിട്ട് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അത് വളരെ നല്ല, വളരെ ആ കൺസെപ്റ്റ് നല്ലതാണ്. പക്ഷെ ഈ മാരേജ് എന്നുള്ളൊരു വേർഡോടുകൂടി തന്നെ നമ്മൾ ഓൾറെഡി നമ്മുടെ പ്രീസെറ്റ് ആയിട്ടുള്ള ഒരുപാട് ആളുകൾ പാരമ്പര്യമായിട്ട് കൈമാറി വന്ന ഒരുപാട് ഗൈഡ് ലൈൻസ് അനുസരിച്ചിട്ട് നമ്മൾ ജീവിക്കാൻ നിർബന്ധിതരാവുകയാണ്. അങ്ങനത്തെ സിറ്റുവേഷൻ ഇനിയുള്ള ജനറേഷൻ ഒന്നും അതിൽ നിൽക്കും തോന്നുന്നില്ല. കാരണം ഇപ്പോൾ ഒരുപാട് എക്സ്പോഷർ ചെയ്തിട്ടുള്ള ആളുകളാണ്. ഇതിന്റെ പ്രോസും കോൺസും ഒക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുള്ളതാണ്. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ന്യൂ ജനറേഷന് മാരേജിനോട് താല്പര്യമില്ലാതിരിക്കുന്നത്. ഭർത്താവ് ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കണമെന്ന് പണ്ടുള്ളവർ പറഞ്ഞു. ഇപ്പോഴുള്ള ചിലപ്പോൾ ഭാര്യയ്ക്ക് ഭർത്താവിനും കൊടുക്കാമല്ലോ. ഗൈഡ് ലൈൻസ് ഉണ്ട്. ഒരു കാര്യം കൂടി പറയാം. ഒരു മാരേജ് ആഘോഷം നടക്കുന്നു. പലപ്പോഴും എൻ്റെ അടുത്ത് വരുന്ന ഡിവോഴ്സിന് വരുന്ന കപ്പിൾസിനകത്ത് രണ്ടുപേർക്കും ഡിവോഴ്സ് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല. പക്ഷെ എന്താ പ്രശ്നം വെച്ചാൽ വിവാഹത്തിന്റെ സമയത്ത് കൊടുത്ത എൻ്റെ 100 പവൻ 50 പവൻ 200 പവൻ ഈ പൈസ മുഴുവൻ ഭർത്താവിന്റെ കയ്യിൽ എത്തിച്ചിട്ടുണ്ടായിരിക്കും. ഇത് തിരിച്ചു കിട്ടുക എന്നുള്ള പ്രശ്നം, അല്ലാതെ ഡിവോഴ്സ് അല്ല അവരെ പലപ്പോഴും പ്രശ്നം. തിരിച്ച് ഈ പറഞ്ഞ പോലെ കുട്ടി ഉണ്ടായിരിക്കും, ഡിവോഴ്സ് ആയി കഴിഞ്ഞ് ഭർത്താവ് അവരുടെ വഴിക്ക് പോകും, കുട്ടീനെ ആര് നോക്കും? ഇങ്ങനത്തെ ചില കാര്യങ്ങളാണ് പ്രശ്നം. സാധാരണ രണ്ടുപേരും തമ്മിൽ പലപ്പോഴും എൻ്റെ അടുത്ത് വരുന്ന പല ക്ലയൻസിനും രണ്ടുപേരും മാരേജ് ആരും നോക്കണം നിയമത്തിലില്ലേ? അല്ല, നിയമത്തിൽ വേറെ കാര്യമുണ്ട്. നിയമത്തിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നിയമത്തിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ടുപേരും ലിവിങ് ടുഗദർ ആയിട്ട് അതിനുണ്ടാവുന്ന കുട്ടിക്ക് എല്ലാ, അതായത് ഫാദർ മദർ എന്നുള്ള എല്ലാതര റെസ്പോൺസിബിലിറ്റീസ് അവർ റെസ്പോൺസിബിൾ ആണ്. മാത്രമല്ല ആ കുട്ടിക്ക് എല്ലാ റൈറ്റ്സും ഉണ്ട് അതിനകത്ത്. കൃപ ഈ അഭിഭാഷകന്റെ വാദഗതിയോട് യോജിക്കുന്നുണ്ടോ? തീർച്ചയായും സർ. കാരണം വെച്ചാല് നമ്മൾ അറേഞ്ച്ഡ് മാരേജ് തന്നെയായിരുന്നു. പക്ഷെ നമ്മള് കല്യാണം കഴിഞ്ഞിട്ടും കുറച്ച് നാള് കൺവെൻഷനാലിറ്റിയിൽ മുന്നോട്ട് വന്ന ആൾക്കാരാണ്. അതിന്റെ ഡ്രോബാക്സ് മനസ്സിലാക്കിയിട്ട് തിരുത്തി നമ്മുടെ സ്വന്തം ഐഡന്റിറ്റിയിൽ മുന്നോട്ട് വന്നപ്പോഴാണ് നമ്മുടെ ലൈഫ് സക്സസ് ആയത്. എനിക്കും ഈ മാരേജ് എന്ന ഇൻസ്റ്റിറ്റ്യൂഷനോട് ഞാൻ പറഞ്ഞില്ല, ഒരു കൺവെൻഷൻ എന്ന രീതിയിലാണ് ഞാൻ എതിർക്കുന്നുള്ളൂ. പക്ഷെ നമ്മൾ അതിന്റെ ഒരു ഐഡന്റിറ്റി കീപ്പ് ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ അതൊരു നല്ലൊരു ഇമോഷൻ ബോണ്ടിങ്, ആ സെൻസ് ഓഫ് യൂണിയൻ എന്തായാലും തീർച്ചയായും വേണം തന്നെയാണ് ഞാൻ പറയുന്നത്. കല്യാണത്തിനൊരു ലീഗൽ ഫൗണ്ടേഷൻ എന്നുള്ള ഈ അഭിഭാഷകന്റെ ഒരു ചിന്താഗതി ഉണ്ടല്ലോ, അതിന് അടിവര ഇടുന്നുണ്ടോ താങ്കൾ? ചിൽഡ്രന് വേണ്ടിയിട്ട് ശരിക്കും അതിനൊരു അടിവര ഇടുന്നതിൽ തർക്കമില്ല. കാരണം കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു സ്റ്റെബിലിറ്റി നമുക്കത് കൊടുക്കാം. പക്ഷേ തീർച്ചയായും അവിടെ ഒരു പേഴ്സണൽ റെസ്പെക്റ്റോ അവിടെ ഒരു ഇത് കട്ട് ആവുകയാണെങ്കിൽ അതൊരു സഫറിങ് തന്നെയാണ്. അല്ല, ആ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പൊ കൃപ ഇത് പറഞ്ഞപ്പോ അപ്പൊ കുട്ടികളുടെ കാര്യം വരുമ്പോൾ അതിനൊരു ലീഗാലിറ്റി ഉണ്ടാവുന്നത് നല്ലതാണെന്ന് പറഞ്ഞു. ഇപ്പൊ നിങ്ങളിപ്പോ ഈ കാര്യങ്ങൾ തിരിച്ചറിവ് വന്ന സ്ഥിതിക്ക് കൺവെൻഷനായി വിവാഹിതരായ നിങ്ങൾ ഇനിയിപ്പോ ആ കൺവെൻഷൻസ് ഒക്കെ മാറ്റി വെച്ച് നിങ്ങൾക്ക് ഒന്നിച്ച് ജീവിക്കാം, ലിവിങ് ടുഗദർ ആകാൻ തയ്യാറാണോ? ഇതിന്റെ മറുപടി ഞാൻ നേരെ തിരിച്ചാ പറയുന്നത്. അതായത് രണ്ടുപേരും തമ്മിൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അവർ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കട്ടെ. ഒരുമിച്ച് ജീവിച്ചു കഴിഞ്ഞ ശേഷം ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പോൾ നമ്മളിപ്പോ ഒരു പെണ്ണ് കാണാൻ വരുന്നു, ഒരു കൺവെൻഷൻ മാരേജിനെ കുറിച്ച് പറയാം. പെണ്ണ് കാണാൻ വരുന്നു, ഈ പറഞ്ഞ പോലെ കാരണന്മാരെന്ന് പറയും, വയസ്സായ ആളുകൾ തമ്മിൽ നിശ്ചയിക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം എല്ലാം ഓക്കെ ആയതിനു ശേഷം, ജാതകം നോക്കുന്നു, എല്ലാം ഓക്കെ ആയതിനു ശേഷം ഒരുമിച്ച് ജീവിച്ചതിന് ശേഷം ഒരുപാട് പ്രശ്നങ്ങൾ. ഇപ്പോൾ നമ്മൾ ഒരു പുതിയൊരാളെ പരിചയപ്പെടുമ്പോൾ നമ്മളെ പോസിറ്റീവ് സൈഡ്സ് മാത്രമേ നമ്മൾ കാണിക്കുള്ളൂ. ആരായാലും നാച്ചുറലി അങ്ങനെ തന്നെയാണ്. പക്ഷേ ഒരു 24 hours അല്ലെങ്കിൽ പറയുന്ന പോലെ 1 week 1 month 1 year ഒക്കെ ഒരുമിച്ച് ജീവിക്കുമ്പോൾ നെഗറ്റീവ്സും പോസിറ്റീവ്സും മനസ്സിലാവും. ഇങ്ങനെയെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം രണ്ടുപേർക്ക് ഒരുമിച്ച് പോകാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ കുറച്ചെല്ലാം ഒരുമിച്ച് ജീവിച്ചതിന് ശേഷം ഒരു വിവാഹമാവാം. ഇനി രണ്ടാമത്തെ സംഭവം, ഈ കോടതികളിലൊക്കെ ഏറ്റവും കൂടുതൽ കാണുന്ന കേസുകൾ ഡിവോഴ്സ് കേസുകളല്ല, GOP എന്ന് പറയും. അതായത് ഗാർഡിയൻഷിപ്പ് OP. കുട്ടികളെ സംബന്ധിച്ചുള്ള തർക്കങ്ങളാണ്. ഇതിനകത്ത് പലപ്പോഴും എന്താ വെച്ചാൽ ഒരു ബേസും ഇല്ലാതെ ബാഹ്യമായ കാര്യങ്ങൾ മാത്രം കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് വന്ന്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കൺവെൻഷനായിട്ട് വന്ന് പെട്ടെന്ന് കുട്ടികളാവുന്നു.
അതിനുശേഷമാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. ഈ പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇവർക്ക് രണ്ട് ഓപ്ഷനാണ്. ഒന്നുകൂടെ കുട്ടിയുടെ ഭാവി നോക്കിയിട്ട് നല്ല ഹാപ്പിയാന്ന് അഭിനയിച്ച് മുന്നോട്ട് പോകാം, അല്ല ഒന്നുകൂടെ ഡിവോഴ്സ് ചെയ്യാം. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ കുട്ടികളുടെ തർക്കങ്ങളും കാര്യങ്ങളൊക്കെ വരും. ഇതിനകത്ത് എൻ്റെ ഒരു അഭിപ്രായം എന്ന് വെച്ചാൽ ആദ്യം കുറേ കാലം ലിവിങ് ടുഗദർ ആയിട്ട് ജീവിച്ച് കഴിഞ്ഞതിന് ശേഷം മാരേജ് കഴിക്കുക. മാരേജ് കഴിഞ്ഞാൽ പോലും മാരേജ് അവസാനം ആണ് വേണ്ടെന്ന് പറഞ്ഞാലേ ആ സ്ത്രീ കൊണ്ടുപോയി പറയും വർഷങ്ങളോളം അതിനുള്ള പെണ്ണിന് പോവാം. പെണ്ണ് സാർ ഇപ്പൊ എന്താ അറിയോ, പണ്ട് പറയാം ആണ് തട്ടി തൂത്തിട്ട് പോകുന്നു, ഇന്ന് പെണ്ണ് തട്ടി തൂത്തിട്ട് പോവാം, ആണ് ജയിലിൽ അല്ലേ? വർഷങ്ങളാ എന്നെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ആണ് വർഷങ്ങളോളം ജയിലിൽ കിടക്കും. അതൊക്കെ വേണ്ട രീതിയിൽ കേസ് കൊണ്ടുവരാത്ത കാര്യങ്ങളേ ഉള്ളൂ. കോൺസെപ്റ്റിനല്ല അതിനകത്ത് കുഴപ്പം. നമ്മളൊരു വിവാഹം കഴിക്കുമ്പോൾ ആലോചിച്ച് തീരുമാനം എടുത്ത് കഴിച്ചാലും ചിലപ്പോൾ ആ വിവാഹം തകരാം. ഇപ്പൊ എന്റെ പേഴ്സണൽ കാര്യം ഞാൻ പറയാം, ഇപ്പൊ പരസ്യമായിട്ട് പറയാം, ഞാൻ ആദ്യം കഴിച്ച വിവാഹത്തിൽ നിന്ന് ഞാൻ പുറത്ത് കിടക്കേണ്ടി വന്നു. എനിക്കത് ശരിയല്ലാന്ന് തോന്നി. ആ വ്യക്തിയെ ഞാൻ കുറ്റം പറയല്ല, ഞങ്ങൾക്ക് യോജിച്ച് പോകാൻ പറ്റില്ല എന്ന് തോന്നിയപ്പോൾ ഒഫീഷ്യലായി കല്യാണം കഴിച്ച് ഞാൻ അതിൽ ഡിവോഴ്സ് ചെയ്ത് പുറത്തു വന്നു. അതിനർത്ഥം ഇത് കണ്ടിട്ട് ഇനി ഒരിക്കലും ഞാൻ വിവാഹം വേണ്ടാന്ന് വെക്കല്ലേ ചെയ്തേ. ഞാൻ വീണ്ടും കല്യാണം കഴിച്ച് സന്തോഷമായിട്ട് ഇപ്പോൾ 24 വർഷമായിട്ട് ജീവിക്കുന്നു. അപ്പോൾ വിവാഹത്തിനെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് അതിൽ വിഷയം. സാർ നേരത്തെ പറയുന്നുണ്ടായിരുന്നു, ഇപ്പൊ രണ്ടുപേര് തമ്മിൽ ഇഷ്ടമാണ്, അവർ ലിവിങ് ടുഗെദർ കുറച്ച് നാൾ ജീവിക്കുന്നു, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കോമ്പാറ്റബിൾ ആണോ എന്ന് അറിഞ്ഞിട്ട് പിന്നീട് വിവാഹം കഴിക്കണം. അപ്പൊ അവർ കോമ്പാറ്റബിൾ ആണ് എന്നൊരു തോന്നൽ വരുന്ന സമയത്ത് ഇവർക്ക് കുട്ടികൾ, ഞാൻ വീണ്ടും കുട്ടികളിലേക്ക് തന്നെ വരികയാണ്. കാരണം അതൊരു വലിയ ഘടകം തന്നെയാണ് നാളെയുടെ തലമുറ എന്ന് പറയുന്നത്. അപ്പോൾ കുട്ടികൾ ഉണ്ടാവുകയാണ്. ഇത് കഴിഞ്ഞിട്ടാണ് ഇവർക്ക് മനസ്സിലാവുന്നത് അയ്യോ ഇത് തെറ്റിപ്പോയി എന്ന് മനസ്സിലാവുന്നത്. അപ്പൊ എന്ത് ചെയ്യും? മാരേജിലേക്ക് എത്തിയിട്ടില്ല, ലിവിങ് ടുഗെദർ ആണ്. പുറത്തിറങ്ങി കോ പാരന്റ് ചെയ്യുന്ന എത്രയോ ആളുകൾ ഇവിടെ ഉണ്ട്. കോ പാരന്റ് ചെയ്യുന്നത് അഡൾട്ട്സിന് നല്ലതാണ്. അതിന്റെ പ്രശ്നം എന്താണെന്നറിയോ, സിനിമ ഇൻഡസ്ട്രിയിൽ വരേണ്ടല്ലോ, നമുക്ക് അറിയുന്ന ആളുകൾ കോ പാരന്റ് ചെയ്യുന്ന വളരെ സക്സസ്ഫുൾ ആയിട്ട് ജീവിക്കുന്ന ആളുകള്. പക്ഷെ അത് വളരെ എക്സെപ്ഷൻസ് അല്ലേ? മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മൾ പാർട്ട്ണറെ സ്നേഹിക്കാൻ ശ്രമിക്കുന്നില്ല, അതാണ് അതിന്റെ പ്രശ്നം. അതായത് ഒരാള് വിവാഹം കഴിക്കുന്നത് അവരുടെ 20കളിലൊക്കെ ആയിരിക്കും, പക്ഷെ 20 മാറി 30-ൽ എത്തുന്നു, 30-ൽ നിന്ന് 40-ലേക്ക് എത്തുന്നു. അപ്പോഴും ഈ സ്ത്രീയും പുരുഷനും മാറിക്കൊണ്ടേയിരിക്കുക. പാർട്ട്നേഴ്സിൽ ഈവൻ അവരുടെ സ്കിന്നിൽ വരെ ചേഞ്ചസ് ഉണ്ടാവും, ഫിസിക്കലി, മെന്റലി, ഇമോഷണലി കംപ്ലീറ്റ് ചേഞ്ചസ് ആയിരിക്കും. ആ മാറ്റങ്ങളെ സ്നേഹിക്കാൻ പഠിക്കുന്നില്ല, അതാണ് പ്രശ്നം. എനിക്കൊരു സംശയം, താങ്കൾ യഥാർത്ഥത്തിൽ ഒരു ടെസ്റ്റ് കേസിൽ ആദ്യത്തെ 6 മാസം പോകണമെന്നുള്ള ഇതിലാണ് പറഞ്ഞത്. അതായത് രണ്ടുപേരും തമ്മിൽ ലോഹിയായി ഒരു 6 മാസം ടെസ്റ്റ് ചെയ്തു. അപ്പൊ ആ ടെസ്റ്റ് ചെയ്തതിനിടയിൽ ഒരു കുഞ്ഞുണ്ടായിപ്പോയി. ഈ കുഞ്ഞിനെ ആര് നോക്കും? അല്ല അത് വളരെ പ്ലാൻഡ് ആയിട്ട്, അതൊരു ഇഷ്യൂ ആണല്ലോ. അത്തരം കാര്യങ്ങളിലേക്ക് വേണ്ട പ്രിക്കോഷൻസ് എടുത്തിട്ട് വേണം ചെയ്യാൻ. കുടുംബം ഉണ്ടാവുന്നത് കുട്ടി വരുന്ന മാത്രമാ, അതുവരെ കല്യാണം മാത്രമേ ഉള്ളൂ. ആ കുടുംബം എന്ന സ്ഥാപനം അല്ലെങ്കിൽ ആ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാകുന്ന കുട്ടി വരുമ്പോഴാ, അതുവരെ കല്യാണം മാത്രമേ ഉള്ളൂ. ആ കുടുംബം വരുമ്പോൾ വേറെ അബ്സല്യൂട്ട് ഡിഫറെന്റ് ഡയമെൻഷൻ ആണ്. കുട്ടി ഉണ്ടാവുന്ന പ്രോസസ് വെച്ചാൽ ഇന്ന് എന്തോ സംഭവിച്ചു നാളെ കുട്ടി ഉണ്ടാവുന്ന ഒരു പരിപാടിയല്ലല്ലോ. 10 മാസം അവിടെ കിടക്കുന്ന നമുക്ക് ഇത് ഒന്നാമത്തെ ഫസ്റ്റ് പ്രഗ്നൻസി അല്ലെങ്കിൽ എന്താ പറയാ അതിന്റെ കൃത്യമായിട്ടുള്ള എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള അറിവും നമുക്കുണ്ട് ഇപ്പോ. പിന്നെ മാത്രല്ല വേണ്ടാത്ത അല്ലെങ്കിൽ നമ്മൾ തയ്യാറല്ലാത്ത ഒരു സമയത്ത് ഒരു കുട്ടി വന്നു കഴിഞ്ഞാൽ നമുക്കത് മെഡിക്കലി ടെർമിനേറ്റ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട് ഇവിടെ. അത് ആ സ്ത്രീയുടെ മാത്രം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇതൊക്കെ കഴിഞ്ഞാലും ഒരു റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്ത, വിവാഹം ബ്രേക്ക് ചെയ്താലും ലിവിങ് ടുഗദർ ബ്രേക്ക് ചെയ്താലും അതിൽ നിന്നുണ്ടാവുന്ന കുട്ടി എന്ന് പറയുമ്പോൾ ഈ കോ പാരന്റിംഗ് ഒക്കെ പറഞ്ഞു സിനിമാ ലോകത്തും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. പക്ഷെ അൾട്ടിമേറ്റ്ലി പറയുകയാണെങ്കിൽ സാധാരണക്കാരുടെ ലൈഫിൽ വരുമ്പോൾ ആ കുട്ടിയായിരിക്കും ഏറ്റവും അധികം ട്രോമ അനുഭവിക്കുക. അത് കാര്യം മനസ്സിലാക്കണം. വളരെ സന്തോഷത്തോടെ സമാധാനത്തോടെ 10-25 വർഷമൊക്കെ ഇങ്ങനെ സുഖമായിട്ട് ജീവിക്കണ ഭാര്യ ഭർത്താക്കന്മാരുടെ മക്കൾ ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് 23.5 കൊല്ലായി. ഞങ്ങൾക്ക് ഇപ്പോഴും രണ്ടുപേർക്കും വർത്താനം പറഞ്ഞിട്ട് ഇപ്പോഴും കൊതി തീർന്നിട്ടില്ല. ഇപ്പോഴും നാട്ടുകാർ പറയും ഇവരെന്താണ് ഇപ്പോഴും ഇങ്ങനെ. അങ്ങനെ ഒരു വിസിറ്റിംഗ് കാർഡ് എങ്ങനെ എനിക്ക് തരണം? ഞങ്ങളുടെ ചാനൽ കണ്ട മനസ്സിലാവും. അല്ല ഇനി ഞാൻ നിങ്ങളുടെ ചാനലിന്റെ സ്ഥിരം ഫോളോവർ ആവും. ഇതിലെന്തോ വരാനിരിക്കുന്ന ഒരു അപകടം. തർക്കങ്ങളുണ്ടാവും, തർക്കങ്ങളുണ്ടെങ്കിലും എനിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ വീട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു സാധനമാണ്. അതേപോലെയാണ് സരിതിക്കും. ഞങ്ങൾക്ക് ഇപ്പൊ അവിടെ പറഞ്ഞു അഭിനയാണ്, ഇവിടെയാണ്, ഇതാണെന്നൊക്കെ പറയുന്നത്.
പക്ഷെ അതിനോട് ഞാൻ യോജിക്കണില്ല. എനിക്ക് വിവാഹം എന്ന് അങ്ങനെ ഉണ്ടായിരിക്കാം. പണ്ടടിമകളുടെ പോലെയൊക്കെ ഭാര്യമാര് ജീവിച്ചിട്ടുണ്ടോ? പക്ഷെ വൈഫിന്റെ വീട്ടിൽ പോയി താമസിക്കാറുണ്ടോ? സ്ഥിരമായിട്ട് വൈഫിന്റെ വീട്ടിൽ പോയി ഞങ്ങൾക്ക് വീടുണ്ട്. അല്ല, അദ്ദേഹം പറഞ്ഞതിനെ കുറിച്ച് പറയുന്നത് എന്റെ വീട്ടിലെന്നാ പറഞ്ഞത്. എന്റെ വീടെന്ന് പറഞ്ഞ ഞങ്ങളുടെ വീട് അത്രേ ഉള്ളൂ. എന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾ വൈഫിന്റെ വിവാഹം കഴിഞ്ഞതിന് ശേഷം വൈഫിന്റെ വീട്ടിൽ സ്ഥിരമായി താമസിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണോ? എന്താ അതിന് കുഴപ്പം? ഓരോരുത്തരുടെ ഇഷ്ടല്ലേ അദ്ദേഹം ഇനി കൺവെൻഷൻ സിസ്റ്റത്തിൽ നേരത്തെ പറഞ്ഞ ഗൈഡ് ഈ കാര്യത്തിൽ അഭിഭാഷകൻ എന്തെങ്കിലും ദുരനുഭവം ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെയല്ല, ദുരനുഭവം ഞാൻ പറയാം, കണ്ടൊരു അനുഭവം പറയാം. പലപ്പോഴും കൺവെൻഷൻ സിസ്റ്റത്തിൽ അച്ചി വീട്ടിൽ പോയി താമസിക്കുക എന്ന് പറഞ്ഞവൻ വളരെ മോശപ്പെട്ടവനായിട്ടാണ് കൺവെൻഷണൽ ആയിട്ട് സിസ്റ്റത്തിൽ പറഞ്ഞു കേട്ടിരിക്കുന്നത്. ഇത് ഇപ്പൊ എന്റെ അടുത്ത് വന്ന ഒരു ക്ലയന്റിന്റെ ഒരു അനുഭവം പറയുന്നത്, ആ പയ്യന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, വൈഫായിട്ട് വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. പക്ഷെ പയ്യന്റെ അമ്മ എന്റെ അടുത്ത് വന്നിട്ട്, അതായത് ഒരുമിച്ചാണ് വന്നത്, അമ്മ വന്ന് പറഞ്ഞു ഇവൻ എപ്പോഴും അവളുടെ വീട്ടിലാണ്, അവളുടെ വീട്ടിൽ യാതൊരു വിലയില്ല അവന്, ഇത് ശരിയാണോ? ഈ കൺസെപ്റ്റിലാണ് അവർ എന്നോട് ചോദിക്കുന്നത്. ഈ പയ്യന് പോലും ഇല്ലാത്ത പ്രശ്നങ്ങൾ പയ്യന്റെ അമ്മയ്ക്കാണ് ഉണ്ടാവുന്നത്. അതാണ് പാട്രിയാർക്കി. അത് തെറ്റാണെന്ന് ഞാൻ പറയണേ. ലിവിങ് ടുഗദർലി കുട്ടികൾ ഉണ്ടായെന്ന് വിചാരിക്കുക, സ്കൂളിൽ ചേർക്കുമ്പോ ഈ അച്ഛന്റെ പേര് എഴുതണല്ലോ. അപ്പൊ അത് അച്ഛന്റെ പേര് എവിടെ കൊണ്ട് എഴുതി വയ്ക്കും? അച്ഛനാണെന്ന് ഗാഡി എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അല്ല, അതുണ്ടെങ്കിൽ പ്രശ്നം എന്തോ അവിടെ കോടം ബില്ല് ചെയ്യുന്ന പ്രശ്നമാണോ? അമനഗരയുടെ പ്രശ്നം എന്താന്ന് വെച്ചാൽ നമ്മുടെ ദേശീയ ഫില്ലിയലാണോ ഏറ്റവും വലിയ പ്രശ്നം? അതല്ല, ഞങ്ങളുടെ വായനശാലയുടെ അടുത്ത സമീപത്ത് 2 പേര് ഒരു 2 വർഷമായിട്ട് ഇങ്ങനെ ജീവിക്കുന്നവരാണ്. അതിൽ ഒരെണ്ണം ഗർഭിണിയായി കഴിഞ്ഞപ്പോൾ അതിന്റെ നാഥനായിട്ട് കൂടെ നടന്നയാളെ വണ്ടി ഇടിച്ച് കത്തു. ഇപ്പൊ അത് പുറത്ത് വായനശാലയുടെ പുറയിലാണ് ഇത് പറ്റി കിടക്കുന്നത്. ഈ കുട്ടികള് സത്യത്തില് ഈ കുട്ടികൾ അനാഥരാണ്. മേനകാ ഗാന്ധി അറിഞ്ഞാൽ അതിന്റെ അവസ്ഥ എന്തായിരിക്കും? പിന്നെ ഒരു സമാധാനം എന്ന് പറയുന്നത്, എന്റെ അച്ഛനും അമ്മയും അങ്ങനെ ജീവിക്കാത്തതുകൊണ്ട് നമുക്ക് അഭിമാനമായിട്ട് റോഡിലൂടെ ഇതെന്റെ അച്ഛനാണ്, ഇതെന്റെ അമ്മയാണ് എന്ന് പറഞ്ഞ് നടക്കാം. സ്കൂളിൽ അച്ഛനെ വിളിച്ചുകൊണ്ട് വരേണ്ട സമയത്ത് അഭിമാനമായിട്ട് എന്റെ അച്ഛനാണ്, വെറും ഒരു ഗാർഡിയൻ എന്നുള്ള നിലയ്ക്കല്ലല്ലോ. അങ്ങനെയാണ് സങ്കല്പം. നമുക്ക് അച്ഛൻ അമ്മ ഈ ഒരു കാഴ്ചപ്പാട്. അനാഥരായിട്ട് ഉള്ള കുഞ്ഞുങ്ങളുണ്ട്, അവരെ കൂടെ ചൂണ്ടിയിട്ടാണ് ഇപ്പൊ സാറ് സംസാരിച്ചത്. ഒരു തരത്തിൽ അങ്ങനെ സംസാരിക്കാൻ പാടില്ല, മനസ്സിലായോ? നിങ്ങളുടെ വിഷയം പെരിഫറലാണ്. നിങ്ങളൊരു ഫോം ഫില്ല് ചെയ്യലും അച്ഛനും അമ്മയും നല്ല ഡ്രസ്സ് ഇട്ട് അപ്പുറം ഇപ്പുറം കൊണ്ടുവന്ന് ഇതൊന്നല്ല സാറേ ജീവിതം എന്ന് പറയുന്നത്. ഇതിന്റെ താഴെ കിടക്കുന്ന ഒത്തിരി ജീവിതങ്ങളുണ്ട്. ഇതൊന്നുമില്ലാതെ ഒരു പ്രിവിലേജും ഇല്ലാതെ ജീവിക്കുന്ന ഒത്തിരി കുഞ്ഞുങ്ങളുണ്ട്. അവരെയാണ് സാറ് ചൂണ്ടിയത്. ഇപ്പൊ അത് ചെയ്യരുത് ഒരിക്കലും. നിങ്ങൾ കേട്ടതിന്റെ കുഴപ്പമാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ കുടുംബം എന്നുള്ള സങ്കല്പം എന്നാ ഉണ്ടായത് ഇവിടെ? ഇവിടെ ഈ കാണുന്ന ന്യൂക്ലിയർ കുടുംബം എന്നുള്ള സങ്കല്പം പുരാതന കാലം മുതൽ സ്ത്രീയും വിവാഹം കഴിക്കുന്നു. ഇപ്പൊ പറഞ്ഞു അച്ഛനും അമ്മയും അഭിമാനത്തോടു കൂടി നടക്കുന്ന കുട്ടിയാണെന്ന്. ഈ ഗാർഡിയൻ എന്നുള്ള പേരില് ചെയ്ത എന്താ കുഴപ്പം? ഒരു ദത്തെടുക്കണ കുഞ്ഞിന്റെ അവസ്ഥ എന്തായിരിക്കും? അത് തന്നെ ഞാൻ പറഞ്ഞുള്ളൂ. അത് തന്നെ പറഞ്ഞു പോയിലുള്ള ഒരു തെറ്റാണത്. മാഡം നേരത്തെ ചോദിച്ചൊരു ചോദ്യമാണ് ഇതിന്റെ കാതൽ. അതായത് 2 വീക്ഷണങ്ങളാണുള്ളത്. യഥാർത്ഥത്തിൽ കുടുംബം ഉണ്ടാകുന്നത് ഒരു മാർക്സിയൻ ചിന്താഗതി പ്രകാരം പ്രൈവറ്റ് പ്രോപ്പർട്ടിയുടെ കൺസോൾട്ടേഷൻ ആണ്. അതായത് ഒരു ഭർത്താവും ഭാര്യയും, എന്റെ ഭാര്യയ്ക്ക് ഇത്തരം എന്റെ കുട്ടി മാത്രമേ ഉണ്ടാവൂ, ഇതാണ് ഒരു മാർക്സിയൻ വീക്ഷണം. പക്ഷെ അത് വേണമെന്നില്ല. അതായത് മാർക്സിയൻ വീക്ഷണം അല്ലെങ്കിൽ ഏഗൽസ് വീക്ഷണ പ്രകാരം ആദ്യകാലത്ത് അങ്കിൾമാരെ ഉണ്ടായിരുന്നുള്ളൂ, അച്ഛൻ എന്ന സങ്കല്പമില്ല. ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് ഓഷോ ഒക്കെ വളരെ പോപ്പുലറൈസ് ചെയ്യുന്ന കോൺസെപ്റ്റ്. പക്ഷെ അങ്ങനെ വേണമെന്നില്ല. കാര്യം ആദിമകാലം മുതലേ ഒരു സ്ത്രീ പ്രഗ്നന്റ് ആകുമ്പോൾ, അതായത് 5000 വർഷം മുമ്പത്തെ കാര്യം പറയണേ, ഈ സ്ത്രീക്ക് ആരെങ്കിലും പ്രൊവൈഡ് ചെയ്യണ്ടേ, ഈ സ്ത്രീ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യണ്ടേ? അപ്പോൾ ഒരു ആണോ ആ എക്കോസിസ്റ്റമോ ഇല്ലെങ്കിൽ എങ്ങനെ ഈ സ്ത്രീ ജീവിക്കും? ഇന്ന് കാണുന്ന രീതിയിൽ കോൺട്രസെപ്റ്റീവ്സും കോണ്ടംസും ഒക്കെ വന്നിട്ട് 100 വർഷത്താഴെ ആയുള്ളൂ. ഒരു 5000 വർഷം മുമ്പുള്ള നമ്മുടെ ഹണ്ടർ ഗ്യാദറേഴ്സ് ജീവിക്കുമ്പോൾ ഒരു സ്ത്രീ പ്രഗ്നന്റ് ആയാൽ അവളെ സംബഡി ഷുഡ് ടേക്ക് കെയർ. അപ്പൊ ഹൂ വിൽ ടേക്ക് കെയർ? ഏതെങ്കിലും ഒരു പുരുഷൻ വേണ്ടേ? ആ റെസ്പോൺസിബിലിറ്റി വേണ്ടേ? അപ്പൊ ഇത് നമ്മുടെ സിവിലൈസേഷന്റെ ഭാഗമല്ലേ? ആര് നോക്കും? സ്വന്തം മകന് വേണ്ടി എക്സ്ട്രാ എഫേർട്ട് ആരെടുക്കും? പുരുഷൻ വേണ്ട നിർബന്ധം പുരുഷന്റെ ആവശ്യം ആര് നോക്കും? പറഞ്ഞാൽ സ്ത്രീകൾക്ക് നോക്കാലോ. ആ സ്ത്രീ സ്വന്തമായിട്ട് നോക്കൂ. അല്ല, ഒരു സ്ത്രീ പ്രഗ്നന്റ് ആയി 8 മാസമായി നോക്കാലോ. ഒരു മെന്റൽ സപ്പോർട്ട് എന്ന് പറഞ്ഞൊരു സംഭവം ശരിക്കും ഒരു സ്ത്രീക്കും പുരുഷനും
രണ്ടുപേർക്കും അത്യാവശ്യം. അതിൽ നമ്മളൊരു വിവാഹത്തിൽ തന്നെയല്ലേ നമുക്കത് കിട്ടുള്ളൂ. അല്ലെന്നാണ് പറയാൻ ശ്രമിച്ചേ. വിവാഹം എന്താണ് കഴിയാതെ. ലിവിങ് ടുഗദറും വിവാഹം തമ്മിലെ വ്യത്യാസം എന്താ? ലീഗലിയോ സോഷ്യലും മാരീഡ് അല്ലെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ഇവിടെ തന്നെ ഉണ്ട്. അല്ല സർ, ലിവിങ് ടുഗദറും മാരേജും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് കമ്മിറ്റ്മെന്റ് ആണ്. അല്ലല്ലല്ല, കമ്മിറ്റ്മെന്റ് അല്ല, കമ്മിറ്റ്മെന്റ് ഉണ്ട്. ലീഗൽ കമ്മിറ്റ്മെന്റ് ഉണ്ട്. ഞാൻ ഒരേ ഒരു ചോദ്യം ചോദിച്ചോട്ടെ? വിവാഹത്തെക്കാളും കൂടുതൽ കമ്മിറ്റ്മെന്റ് ഉണ്ട് എന്തുകൊണ്ടാണ് രണ്ട് വ്യക്തികൾ ഒരുമിച്ച് ജീവിക്കാൻ തയ്യാറാണ്, പക്ഷെ അവർ ഒരു കരാറിൽ ഒപ്പിട്ട് ഒരു മാരേജിലേക്ക് സമൂഹം അറിഞ്ഞ് ചെയ്യാൻ മടിക്കുന്നതിന്റെ പ്രധാന കാരണം എന്തെങ്കിലും നാളെ എനിക്ക് ഇതിൽ നിന്നും പിന്മാറണം എന്നുണ്ടെങ്കിൽ അല്ല എന്നുള്ളതാണ് ഉത്തരം. ഉണ്ടാവാൻ പാടില്ല എന്നല്ലേ? അല്ലെങ്കിൽ ഞാൻ വീണ്ടും ആ ചോദ്യത്തിലേക്ക് പോകണം. പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ വിവാഹം ഉണ്ടായത്? ഇപ്പൊ സാറ് പറഞ്ഞ 5000 MOU വരെ ഉണ്ട്, പക്ഷേ മാരേജ് എന്ന് വിളിക്കില്ല. അത്രേ ഉള്ളൂ. മാരേജ് എന്ന് വിളിക്കില്ല. തമ്മില് സാറേ, ഇപ്പം രാഹുൽ ഈശ്വർ പറഞ്ഞ 5000 വർഷത്തെ കാര്യം. ഈ ഹോമോസാപ്പിയൻസ് കൊണ്ട് 1.75 lakhs ആയി. 1.75 ലക്ഷം വർഷം മുമ്പാണ് ഹോമോസാപ്പിയൻസ്. ഒരു കഷ്ടി 10,000-12,000 വർഷമായിട്ടുള്ള ഹ്യൂമൻ ബീയിങ്സ്. കൃഷി തുടങ്ങിയ ശേഷമാണ് മനുഷ്യന്മാർ ഇങ്ങനെ കുടുംബമായിട്ടൊക്കെ സോഷ്യൽ അല്ലെങ്കിൽ കൂട്ടുകുടുംബമായിട്ടൊക്കെ ജീവിച്ചു തുടങ്ങി. കുറച്ച് ചെറിയ കൂട്ടുകുടുംബമായി, അണുകുടുംബമായി, ഇപ്പൊ അവനവൻ കുടുംബം, ഞാനും എൻ്റെ മൊബൈലും വെച്ച് മാത്രമുള്ള കുടുംബമായി. ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം 5000 വർഷത്തെ പഴക്കമല്ല, അതിന് പുറകോട്ട് പഴക്കമുണ്ട്. അവിടെ വേട്ടയാടാൻ പോകും. ദീപ ചോദിച്ചൊരു ചോദ്യം ഉണ്ടല്ലോ, നിങ്ങളുടെ ലിവിങ് ടുഗദറും ഒരു വ്യവസ്ഥാപിത മാരേജും തമ്മിൽ ഒരു MOU അല്ലെങ്കിൽ ഒരു രജിസ്ട്രേഷൻ അതിന്റെ അഭാവം മാത്രമേ ഉള്ളൂ. എക്സാക്ട്ലി. MOU എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിവാഹത്തിൽ എന്തെങ്കിലും കരാറുണ്ടോ നിങ്ങൾ തമ്മിൽ? നിങ്ങൾ കരാർ. വിവാഹം എന്താണ്? അതിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് പറയൂ. പള്ളിയിൽ വെച്ച് നമ്മൾ കല്യാണം കഴിക്കുമ്പോ അച്ഛൻ നമുക്ക് പറഞ്ഞു തരുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാല് ഒരുമിച്ചുണ്ടാവണം, നിങ്ങൾക്ക് ഉണ്ടാവുന്ന കുഞ്ഞുങ്ങളെ നിങ്ങൾ പൊന്നുപോലെ നോക്കണം, പിന്നെ അവരുടെ ഈ ഒരു ഊട്ടണം, നീ ഉണ്ടെങ്കിൽ അവളെ ഒടിപ്പിക്കണം. ക്രിസ്ത്യൻസിന് മാത്രമേ ഉള്ളൂ അങ്ങനെ പഠിപ്പിച്ചു കൊടുക്കല്. നായമാർക്കാണെങ്കിൽ അതുമില്ല. താലിമേളം കെട്ടുക പോവാ. ഒരു ടേംസും കണ്ടീഷനും ഇല്ല. വെറുതെ അങ്ങോട്ട് പോവുക. ഇനി കുറച്ചുകൂടി പുറകോട്ട് പോയി കഴിഞ്ഞാൽ സംബന്ധം എന്നൊക്കെ പറഞ്ഞ വൻ കോമഡിയാ. അങ്ങോട്ടൊന്നും പോകണ്ട. പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ വൃത്തം. ഞാനൊരു സംശയം ചോദിക്കട്ടെ, മനുഷ്യനേക്കാൾ മുമ്പേ മൃഗങ്ങൾ അങ്ങനെയല്ലേ? അതാണിപ്പോ മനുഷ്യൻ ഫോളോ ചെയ്യണത്. എത്രയോ മനുഷ്യൻ ഫോളോ ചെയ്യുന്നത് കല്യാണമാണ്. മറ്റേ വിവാഹം കഴിച്ചിട്ടുള്ള ജീവിതമാണെങ്കിൽ നിങ്ങൾ ഈ കുടുംബം എന്ന് പറയുന്ന കൺസെപ്റ്റിൽ നിൽക്കുമ്പോ എന്താണ് കുടുംബം? ഞങ്ങൾക്ക് അതിന് സന്തോഷം. അല്ല, എല്ലാവർക്കും സന്തോഷമുണ്ട്, ഞങ്ങൾക്കും സന്തോഷം. ഞങ്ങൾക്ക് ഞങ്ങളുടെ സന്തോഷമല്ലോ. സന്തോഷത്തെ അല്ല, ഞാൻ ഒരു പ്രശ്നം പറയാം. അതിന്റെ ഒരു പ്രശ്നം, എന്റെ ഭാര്യയോട് വഴക്കിടും, അവൾ എന്നോട് വഴക്കിടും. അതൊക്കെ പക്ഷേ സെൽഫ് റെസ്പെക്ട് എന്ന് പറയുന്ന ഒരു സാധനം കുറച്ച് കൂടുതലാണ് എനിക്ക്. വിവാഹത്തിന്റെ കൂടെ കുറെ ഗൈഡ് ലൈൻസ് പറഞ്ഞല്ലോ. വിവാഹത്തിന്റെ കൂടെ ഗൈഡ് ലൈൻ പറഞ്ഞില്ലേ? ഗൈഡ് ലൈൻസ് എന്തൊക്കെയാണ് ഗൈഡ് ലൈൻ? ഒരു സ്ത്രീയെ അവരുടെ വേറെ അറുത്തു മാറ്റിയിട്ട് അവര് പഠിച്ച കാര്യങ്ങളില്ല, അവരുടെ ഫ്രണ്ട്സ് ഇല്ല, അവരുടെ അറുത്തു മാറ്റിയിട്ട് ഒരു സംശയം ഞങ്ങളോട് ചോദിക്കുക, അങ്ങനെയാണോ ജീവിതം? എല്ലാം അടച്ചു പറയരുത് കേട്ടോ. ഒരു സെലിബ്രിറ്റി സ്വന്തമായിട്ട് ഏണിംഗ് ഉള്ള സ്ത്രീയെ നമുക്ക് സാമൂഹ്യവൽക്കരിക്കാൻ കഴിയില്ല. ഇവിടെ എന്തുകൊണ്ടാണ് അവർ ഈ കുടുംബത്തിലെ ഈ സൊസൈറ്റിയിലെ എന്താ പറയുക? ഇവിടെ ഇരിക്കുന്ന ഇത്രയും ആൾക്കാരുടെ അനുഭവം വെച്ചിട്ട് ഇത് മാത്രമാണ് വിവാഹ ജീവിതം എന്ന് ഉറപ്പിക്കാൻ നമുക്ക് പറ്റില്ല. ഞാൻ വിവാഹ ജീവിതത്തെ മോശമായി കാണുന്ന ആളല്ല, വളരെ റെസ്പെക്ടോട് കൂടി കാണുന്ന ആളാണ്. പക്ഷേ ഇവിടെ ഇന്ന് ചർച്ചയിൽ വരുന്നത് ഒരു വിഭാഗം ആൾക്കാർ പറയുന്നു വിവാഹം കഴിച്ചാലേ ജീവിതം ഉള്ളൂ, അടുത്ത കുടുംബമുള്ളൂ, അടുത്ത തലമുറയെ സംരക്ഷിക്കാൻ പറ്റുള്ളൂ, അല്ലാതെ ഉണ്ടാവുന്ന കുട്ടികൾ മുഴുവൻ സഫർ ചെയ്യുകയാണെന്നാണ് പറഞ്ഞ് ഫലിപ്പിക്കാൻ ശ്രമിക്കുന്നത്. എന്റെ ചോദ്യം, ഇവിടെ വിവാഹം എന്ന സങ്കല്പം എപ്പോഴാ ഉണ്ടായത്? ഇപ്പൊ കേരളം നമുക്കറിയാം. ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. ഇവിടെ വിവാഹം എന്ന സങ്കല്പം ഉണ്ടായിരുന്നില്ല, ഇവിടെ സംബന്ധം ഉണ്ടായിരുന്നു. പല ജാതികൾക്കനുസരിച്ച് അല്ല, അതിൽ നിന്ന് കാലത്തിനനുസരിച്ചിട്ടുള്ള പുരോഗമനപരമായ ചിന്താഗതികളിലൂടെ
പതുക്കെ പതുക്കെ മാറ്റം വന്നതാണ്. മാറ്റം കാരണം ഒരു 500 വർഷം മുമ്പ് കല്യാണം ഇല്ലായിരുന്നോ? അത് അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. മാറ്റം 1000 വർഷം മുമ്പ് ഇല്ലായിരുന്നോ? മാറ്റം വന്ന് ഇന്ന് ഈ അവസ്ഥയിൽ 1000 വർഷം മുമ്പ് ഇല്ലായിരുന്നോ? ഇല്ല. ആർക്കില്ല? സാർ ഈ പറയുന്നത് എന്താ അറിയാമോ? ഒരു ചെറിയ section of സവർണ്ണ ഹിന്ദുസിൽ പറ്റിയ- ഒരു ചെറിയ സെക്ഷൻ ഓഫ് സവർണ്ണ ഹിന്ദുസിൽ പറ്റിയ തെറ്റുകൾ സാമാന്യവൽക്കരിക്കുക. 1000 വർഷം മുമ്പ് ക്രിസ്ത്യാനികൾ കല്യാണം കഴിച്ചില്ലേ? 1000 വർഷം മുമ്പ് മുസ്ലിങ്ങൾ കല്യാണം കഴിച്ചില്ലേ? സവർണ്ണ ഹിന്ദുക്കളുടെ ഇടയിലുള്ള ചില തെറ്റായ പ്രവണതകൾ എല്ലാവരിലേക്കും 1000 വർഷം മുമ്പ് ഇവിടെ മുസ്ലിങ്ങൾ കല്യാണം നമ്മുടെ നാട്ടിലെ സവർണ്ണ ഹിന്ദു ജനവിഭാഗങ്ങളിൽ ചില തെറ്റുകൾ പറ്റിയിട്ടുണ്ടില്ലെന്ന് പറയുന്നില്ല. പക്ഷേ ബാക്കിയുള്ള എല്ലാ ജനവിഭാഗങ്ങളും കല്യാണം അടക്കമുള്ള കാര്യങ്ങൾ കഴിച്ചിട്ടില്ലേ? ഈ ഒരു ചെറിയ സവർണ്ണ ഹിന്ദു സമൂഹത്തിൽ പറ്റിയ തെറ്റ് കാര്യങ്ങളെ എടുത്ത് സാമാന്യവൽക്കരിച്ച് കല്യാണമില്ലായിരുന്നില്ല, പണ്ട് ഇവിടെ ആരും മേൽമുണ്ട് ധരിക്കാറില്ല, പണ്ട് ഇവിടെ എല്ലാവരും എന്ന് പറയുന്നതിന് എന്താ അർത്ഥം? യഥാർത്ഥത്തിൽ ഒരു സവർണ്ണ മറുപടി ഈ കാര്യങ്ങളെ കാലോചിതമായി നമ്മൾ മാറ്റം വരുത്തിയിട്ടുണ്ട്. വെറുതെ അല്ല, ഒരുപാട് ഫൈറ്റ് ചെയ്തിട്ട് തന്നെയാ. മാറുമറയ്ക്കെതിരെ നടന്ന സമരം അറിയാലോ. ആദ്യമായി മേൽമുണ്ട് ധരിച്ച സ്ത്രീകളെ പണിഷ് ചെയ്തിട്ടുണ്ട് ഇവിടെ. ഒരുപാട് അല്ല ഞാൻ മേൽമുണ്ട് ധരിക്കാനുള്ള അവകാശത്തിനാണ് ഈ മാറുമറക്കൽ സമരം. അതൊക്കെ എനിക്കറിയാം. സ്ത്രീകൾ തുണിയില്ലാതെ ബ്രിട്ടീഷുകാർ പോരാടാൻ പോയപ്പോൾ തുണിയില്ലാതെ പോയി നല്ല ഇതിനർത്ഥം. രാഹുൽ ഇത് വെറുതെ പറയുന്നതാണ്. നമ്മുടെ നാട്ടിലെ അതായത് പണ്ടത്തെ ആൾക്കാർ കേട്ടാ തെറ്റിദ്ധരിക്കും ഇവിടെ സ്ത്രീകൾ ഡ്രസ്സില്ലാതെ നടന്നത്. അങ്ങനെയല്ല. പണ്ട് ചാന്നാർ വിഭാഗം സ്ത്രീകൾക്ക് അല്ലെങ്കിൽ ഫോർവേഡ് കാസ്റ്റ് സ്ത്രീകളെ പോലെ ഡ്രസ്സ് ധരിക്കാൻ അല്ലാതെ പണ്ട് ഇവിടുത്തെ സ്ത്രീകളെല്ലാം വിദേശികൾ വന്നപ്പോൾ ഡ്രസ്സില്ലാതെ പറയുന്ന ഇത്രയേ ഉള്ളൂ. സമൂഹത്തിലുണ്ടായിരുന്ന പല കാര്യങ്ങൾക്കും എതിരെ ശക്തമായിട്ട് സമരം ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ മുമ്പോട്ട് വന്നിട്ട്. ഇപ്പൊ രാഹുൽ പറഞ്ഞു ഈ മാറുമറക്കൽ സമരത്തിനെ കുറിച്ച് എനിക്ക് ഒന്നും അറിയില്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അങ്ങനെയല്ല, ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ അല്ല, അങ്ങനെയല്ല. അതുപോലെ സമൂഹത്തിൽ മാറ്റണം എന്ന് തോന്നുന്ന പല കാര്യങ്ങളെയും ഇവിടുത്തെ യുവത്വം തന്നെയാണ് മാറ്റിയിട്ടുള്ളത്. അപ്പൊ അത് ശക്തമായ പ്രതിഷേധങ്ങളുടെ. പക്ഷെ ഇവിടെ ഒരു വിഭാഗം പറയുന്നത് ഈ പുതിയ ജനറേഷൻ ചെയ്യുന്നത് മൊത്തം തെറ്റാണ്. എല്ലാ കാലത്തും സ്ത്രീ പുരുഷ അട്രാക്ഷൻ ഉണ്ടാവുമല്ലോ, ലൈംഗികത ഉണ്ടാവുമല്ലോ, പ്രണയം ഉണ്ടാവുമല്ലോ, സ്നേഹം ഉണ്ടാവുമല്ലോ. ഇതിന്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ഫോം ഉണ്ടെങ്കിൽ സെക്യൂരിറ്റി ഉണ്ടാവുന്നേ പറയുന്നുള്ളൂ. ഇന്ന് ലിവിന് പോലും കോടതികൾ അതുകൊണ്ടാണ് മാരേജിനോട് ചേർത്ത് വെച്ച് പേഴ്സണൽ ആയിട്ടാണ് സംസാരിക്കുന്നത്. തുടക്കം മുതൽ ഇവിടെ വീണ്ടും ഐഡിയലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആണ് പെണ്ണ് കുട്ടി എന്നുള്ള ഒരു ക്യൂർ വ്യക്തി എന്നുള്ള എനിക്ക് ഇവിടെ ഇരിക്കുന്ന സമയത്ത് അത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ 99% അങ്ങനല്ലേ? അല്ല, 99% മെജോറിറ്റി അല്ലേ? എത്ര പെർസെന്റേജ് ക്യൂർ ജനവിഭാഗം ഉണ്ട്? പറയൂ, കണക്ക് പറയൂ. എത്ര പെർസെന്റേജ് ക്യൂർ? അതുകൊണ്ട് മെജോറിറ്റി നിങ്ങളെ ഏറ്റവും ബഹുമാനിക്കുന്നു. പക്ഷെ അതിനർത്ഥം ഇവിടെ ഒരു ഹ്യൂജ് മെജോറിറ്റി ഉള്ളപ്പോ അതിനെക്കുറിച്ച് ഇത് മാത്രമാണ് നോർമൽ, ഇതാണ് യഥാർത്ഥ ജീവിതം എന്ന് നിങ്ങളുടെ പാരഡൈം അംഗീകരിക്കുന്നു. പക്ഷേ ബഹുഭൂരിപക്ഷം ഫോളോ ചെയ്യുന്ന ഹ്യൂജ് മെജോറിറ്റി ഉണ്ട്. 4 to 5% താഴെയുള്ളതല്ലേ? വാക്ക് വിളിക്കണ്ട, നിങ്ങളെ അത് കുടുംബം എന്ന് പറയും തന്നെ ഒരാണ് പെണ്ണ് കുട്ടി മാത്രമേ ഞങ്ങളെ മനസ്സിൽ പോലും വരുന്നുള്ളൂ. ആദ്യം തൊട്ടേ ഇപ്പൊ ഇത്രയും നേരം ഇവിടെ സംസാരിക്കുമ്പോൾ ആണ് ഭാര്യ ഭർത്താവ് കുട്ടി അല്ല ഭർത്താവ് കുട്ടി. ഒരു കാര്യം ഭർത്താവിനും കുട്ടിക്കും കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ സുപ്രീം കോടതി. നിങ്ങൾ പോയെന്താ ആ കുട്ടിയെ ദത്തെടുക്കാനുള്ള അവകാശമൊക്കെ വേണ്ടിയിട്ടാണ്. കല്യാണം വേണ്ട, ഞങ്ങൾക്ക് ഇഷ്ടംപോലെ ജീവിക്കാന്ന് പറയായിരുന്നല്ലോ. എന്തിനാ സുപ്രീം കോടതി പോയത്? നിങ്ങൾ സുപ്രീം കോടതി വ്യവസ്ഥാപിത സ്ഥാപനത്തിന്റെ അംഗീകാരം നേടി ഞങ്ങൾക്ക് കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞാണ്. ഇവരെ പോലെയല്ല, ഇവരെക്കാട്ടി കൺസർവേറ്റീവ് ആണ്. ഞങ്ങൾക്ക് കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞാണ് ഞങ്ങൾ അതിനോട് ഒരു ഘടകമാണ്, കല്യാണത്തിന്റെ ഒരു ഘടകമാണ്. അത് മാത്രമല്ല ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, കല്യാണം ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കെ അത് തരുന്ന സേഫ്റ്റി സെക്യൂരിറ്റി ഉണ്ട്. ഇവിടെ മനു എന്ന് പറയുന്ന ഗേ പുരുഷൻ ആള് വീട്ടിൽ നിന്ന് പുറത്താക്കിയതാണ് ഗേ ആയതുകൊണ്ട്. ആള് ജബിനുമായിട്ട് വർഷങ്ങളായിട്ട് ഒന്നിച്ച് താമസിക്കുകയായിരുന്നു. അവര് പിന്നെ ഒരു അമ്പലത്തിൽ പോയി കല്യാണം കഴിക്കുകയും ചെയ്തു. പക്ഷെ മനു ഒരു ദിവസം വരെ അപകടത്തിൽപ്പെട്ട് മരിച്ചുപോയി. പക്ഷെ ആശുപത്രിയിൽ നിന്ന് ഈ ഡെഡ് ബോഡി ജബിന് വിട്ടുകൊടുക്കുന്നില്ല. ജബിന് ഹൈക്കോർട്ട് വരെ പോകേണ്ടി വന്നു. അവിടെ ഈ കുട്ടിയുടെ വിഷയമൊന്നല്ല. എന്നിട്ട് തിരിച്ച് ഇയാളെ വീട്ടിൽ നിന്ന് പുറത്താക്കിയിട്ടുള്ള വീട്ടുകാരോടാണ് കോടതി ചോദിക്കുന്നത്, ഇതാർക്കാ കൊടുക്കേണ്ട ഡെഡ് ബോഡിന്ന്. അങ്ങനത്തെ ഒരു അവസ്ഥയുണ്ട്.
കുട്ടി മാത്രല്ല ലീഗൽ റൈറ്റ് സോഷ്യൽ മാത്രമല്ല ഞാൻ ഇവിടെ പറയുന്നത് ഇവിടെ കല്യാണം എന്ന് പറയുമ്പോ ഓൾറെഡി നമ്മളെ മനസ്സിലുള്ളതാണ് ഒരു ആണ് പെണ്ണ് എന്ന് പറയുന്ന സാധനം കുട്ടി ആണ് പെണ്ണുകുട്ടി എന്ന് പറയുന്ന സാധനം ദയവ് ചെയ്ത് ഒന്ന് കുറച്ചൊക്കെ മാറ്റി ചിന്തിക്കൂ. അല്ലെ നിങ്ങൾ ചിന്തിച്ചോളൂ, അവര് ചിന്തിക്കണം ഈ രാഹുലൊക്കെ ഇനി അടിച്ചു വന്നാൽ മാറി ചിന്തിക്കില്ല. അല്ല, ഇതിനകത്ത് ഒരു കാര്യം നേരത്തെ കല്യാണത്തെ കുറിച്ച് ഞാൻ നേരത്തെ പറയാൻ, അതായത് വിവാഹം എന്ന സംഭവം ശരിക്കും പറയാൻ വെച്ചാല് ഒരു ട്രാപ്പാണ്. അത് എങ്ങനെ ട്രാപ്പ് വരുന്നത് വെച്ചാൽ വിവാഹം കഴിക്കാൻ വേണ്ടി ഒരു ഒറ്റ ദിവസത്തെ കാര്യം മതി. ആണെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് വേണമെങ്കിൽ പോയി വിവാഹം കഴിക്കാം. പക്ഷെ വിവാഹ മോചനം എന്ന് പറയുന്നത് 1 മുതൽ 1.5 വർഷം വരെ കാത്തിരുന്നാൽ മാത്രമേ കിട്ടുള്ളൂ. മിനിമം അതാണ് ഇപ്പോഴത്തെ ഏത് റൈറ്റ്സ് സ്പെഷ്യൽ മാരേജ് ഏത് റൈറ്റ്സ് ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് എടുത്തു ചാടുന്നതിന് മുമ്പ്. പക്ഷെ നമ്മളെ അറിയാതെങ്കിലും പ്രേക്ഷകർ തെറ്റിദ്ധരിക്കരുത് കല്യാണം കഴിക്കുന്ന ഡിവോഴ്സ് ചെയ്യാനാണെന്ന്. ആ ഒരു നെഗറ്റീവ് കല്യാണം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു എക്സിറ്റ് പോളിസി വേണം. ട്രാപ്പിനകത്ത് കയറിയ പുറത്തിറങ്ങാൻ ഓപ്ഷൻ വേണ്ടല്ലോ, അല്ലെങ്കിൽ അത് മാത്രമായി ട്രാപ്പായി കാണാതെ നല്ല പ്രീ മാരിറ്റൽ എഡ്യൂക്കേഷൻ ക്രിസ്ത്യൻ സഭകൾ നന്നായി ചെയ്യുന്നുണ്ട്. വിവാഹ വിദ്യാഭ്യാസം ഒക്കെ കൊടുത്തു അതൊക്കെ ചെയ്യുന്നത്. ഫാദറിന്റെ ഒരു കൗൺസിലിംഗിന്റെ കാര്യം, ഒരു ഫുൾ കൺസെന്റ് നോളജ് എന്ന് പറയുന്നത് സ്ത്രീയും പുരുഷനും കൊടുത്താൽ മാത്രമേ അവിടെ വിവാഹം ആവുന്നുള്ളൂ. അത് ഫുൾ കൺസെന്റ് നോളജ് ഇല്ലാത്ത വിവാഹം എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ആരും അന്ന് പണ്ടത്തെ കാലത്തെ പോലെ സ്ട്രിക്റ്റ് അറേഞ്ച്ഡ് മാരേജ് നീ അങ്ങോട്ട് പൊക്കോന്ന് പറഞ്ഞ് ഉന്തി വിടുന്നില്ല ഇന്നത്തെ കാലത്ത്. അങ്ങനെ ഒരു പോസിറ്റീവ് എവല്യൂഷൻ ഇന്ന് ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു തിയറി കൂടി ഞാൻ പറയാം. അബ്രഹാം മാർസ്ലോയുടെ ഹൈറാർക്കിക്കൽ നീഡ്സ് ഓഫ് ദ തിയറി ഉണ്ട്. ഫിസിയോളജിക്കൽ നീഡ്സ് മുതൽ സെൽഫ് ആക്ച്വലൈസേഷൻ വരെയുള്ളതാണ് അതിന്റെ പടികള്. അപ്പൊ ഇന്നത്തെ സാധാരണ മനുഷ്യന്, ഇവിടെ സാധാരണ ഓർഡിനറി പീപ്പിളിന് ഇന്നൊരു സെൽഫ് ആക്ച്വലൈസേഷനിലേക്ക് വരാനുള്ള അവന് കിട്ടുന്ന വലിയൊരു സെൽഫ് ഫുൾഫിൽമെന്റ് ആണ് ഇന്നത്തെ കാലത്ത് വിവാഹം. ഇപ്പൊ സാറ് പറഞ്ഞൊരു പ്രീ മാർഷ്യൽ കൗൺസിലിംഗ് കൊടുക്കുന്നത്, അങ്ങനെ പ്രീ മാർഷ്യലായിട്ട് ഒരുമിച്ച് ഇത് വിവാഹത്തിന് വളരെ അത്യാവശ്യമുള്ള സംഭവമാണ് സെക്സ് എന്ന് പറയുന്നത്, സെക്ഷൽ ഇന്റർകോഴ്സ് എന്ന് പറയുന്നത്. അതിനും ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് കൊടുക്കണ്ടേ? എഡ്യൂക്കേഷൻ അല്ല, അങ്ങനെയാണെങ്കിൽ പ്രഗ്നന്റ് ആകുമ്പോൾ സ്ത്രീക്ക് മുമ്പ് പ്രഗ്നന്റ് ആയി നോക്കട്ടെ എന്ന് പറയാൻ പറ്റുമോ? എന്തായാലും പ്രഗ്നന്റ് ആവില്ലേ, മുമ്പ് പ്രഗ്നന്റ് ആയി നോക്കട്ടെ എന്ന് പറയാൻ പറ്റും. എന്ത് രീതിയിലുള്ള എഡ്യൂക്കേഷൻ ആണ് കൊടുക്കുന്നത്? അത് ലെഫ്റ്റ് ലിബറൽസിനോട് ഞാൻ പൂർണ്ണമായി യോജിക്കുന്ന ആളാണ്. ഗുഡ് ടച്ച്, ബാഡ് ടച്ച്, കൺസെന്റ്, റെസ്പെക്ട് ഫോർ ദി ഓപ്പോസിറ്റ് ജെൻഡർ. ഈ ഗുഡ് ടച്ച് ബാഡ് ടച്ച് കൊണ്ടുണ്ടാവുന്ന കുഴപ്പം എന്താണെന്ന് അറിയാമോ? ഈ കുട്ടികള് വല്ലാത്തൊരു ക്രൈസിസിലാണ് വളരുന്നത്. ഏതാണ് ഗുഡ് ടച്ച്, ഏതാണ് പറഞ്ഞു കൊടുത്താലും ഈ കുട്ടികളുടെ ഉള്ളിൽ കേറുന്നത് നിങ്ങൾ പറഞ്ഞു തന്നെയാണെന്ന് യാതൊരു ഉറപ്പില്ല. കുറച്ച് പുരുഷന്മാരെ ആൺകുട്ടികളെ പേടിക്കുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും പേടിച്ച് ജീവിക്കുന്ന കുട്ടികളുണ്ട്. ആൺകുട്ടികൾ പ്രത്യേകം വിവാഹം അങ്ങനെ കൺസെപ്റ്റിലേക്ക് പോകാൻ നേരത്തെ ആ കുട്ടികൾ ചിന്തിക്കുകയാണ്, ഈശ്വര ഇത് കുഴപ്പാവോ. ഇത് തന്നെയാണ് പെൺകുട്ടികളും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കുട്ടികൾക്ക് കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമാണ്. അത് പറഞ്ഞു കൊടുക്കുന്ന രീതിയിലിരിക്കും. ഇപ്പൊ മാം പറഞ്ഞു, അത് അവരെടുക്കുന്ന രീതി വ്യത്യാസമാണ്. പറഞ്ഞു കൊടുക്കുന്ന രീതിയിലിരിക്കും അവരെടുക്കുന്നത്. ഇങ്ങനത്തെ ഉള്ള ഒരു കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോ അത് ഏത് രീതിയിലാണെന്നാണ് ഞാൻ ചോദിച്ചു വന്നത്. എന്ത് നിങ്ങൾക്കത് പറ്റുന്നില്ല, അതിനുള്ള പ്രൊഫഷണൽസ് ഉണ്ട്. ഞാനൊരു റൈറ്റ് കൺസർവേറ്റീവ് ആണ്. പക്ഷെ ഇത് ലെഫ്റ്റ് ലിബറൽസിന്റെ ഐഡിയ ആണെങ്കിൽ അവർ പറയുന്ന സത്യമാണ്. ചെറിയ പ്രായത്തിൽ കുട്ടികൾക്ക് ഗുഡ് ടച്ച് ബാഡ് ടച്ച് വേണം, സ്വകാര്യ ഭാഗങ്ങൾ പ്രൈവറ്റ് പാർട്സ് എന്താന്ന് പറഞ്ഞു കൊടുക്കണം, കൺസെന്റ് വേണം, റെസ്പെക്ട് ഫോർ ദി ഓപ്പോസിറ്റ് ജെൻഡർ വേണം, പ്രൈവസി വേണം. ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. നമ്മുടെ പിള്ളേർ എങ്ങനെ അറിയും? നമ്മൾ ജീവിച്ച കാലമല്ല, മുത്തുച്ചിപ്പി മറ്റേ സാധനങ്ങളും അല്ല. ഇന്ന് എയും ഇന്റർനെറ്റും എല്ലാം അവരുടെ ഫ്രണ്ടിലാണ്. ഇവർക്ക് കിട്ടുന്ന പെർവേർട്ടഡ് ഐഡിയാസ് ആയിരിക്കും പലപ്പോഴും അവർ കിട്ടുന്ന മൊബൈൽ ഫോൺസ്. അപ്പൊ ഇവരെ തെറ്റിലേക്ക് നയിക്കാതെ ഇവരെ ഒരു ശരിയായ വഴി നയിക്കണ്ടേ? ഇത് പറഞ്ഞു കൊടുക്കാതെ എങ്ങനെയാണ് വീട്ടിൽ നിന്ന് അനുവാദം കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ടുണ്ട് കേട്ടോ. ആക്ച്വലി ഇറ്റ് ഈസ് സേഫ് ടച്ച് ആൻഡ് അൺസേഫ് ടച്ച്. ഇപ്പൊ എന്താ വെച്ചാലേ അല്ല രണ്ടും ഒന്നല്ല, അതായത് നമ്മള് പ്രത്യേകിച്ച് ഗുഡ് ടച്ച് ബാഡ് ടച്ചിനെ പറ്റി കുട്ടികളോട് പറയുന്ന സമയത്ത് നമ്മൾ പൊതുവെ പറയുന്നത് നിങ്ങളുടെ പ്രൈവറ്റ് പാർട്സിലൊക്കെ തൊടുന്നതിനെ പറ്റിയാണ്. പക്ഷെ ഒരാള് ബസ്സെന്ന് ഇങ്ങനെ അങ്ങോട്ട് പിടിച്ചു, എന്റെ പ്രൈവറ്റ് പാർട്ടാണോ? അല്ല, പക്ഷെ ഞാൻ അൺകംഫർട്ടബിൾ ആയില്ലേ? ആയിട്ടുണ്ട്. എന്റെ ഒരു റിലേറ്റീവ് എന്നെ തുടക്കി കയറിട്ടാ പിടിച്ചത്. എനിക്ക് അന്ന് എന്റെ ഏട്ടനില്ലേ, ഇയാളിങ്ങനെ ചെയ്യില്ലല്ലോ, ബാഡ് ടച്ച് അറിയാത്ത ആളൊന്നല്ല ഞാൻ. പക്ഷെ ഇങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ കൺഫ്യൂസ്ഡ് ആയത്. അതുകൊണ്ട് തന്നെ
ഗുഡ് ടച്ച് ബാഡ് ടച്ച് അല്ലെങ്കിൽ നിങ്ങളെ പ്രൈവറ്റ് പാർട്ടിലോട്ടാണോ കൈ നീളുന്നത് എന്നുള്ളതല്ല. ആ ടച്ച് നിങ്ങൾക്ക് കിട്ടിയ സമയത്ത് നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്തത്? നിങ്ങൾക്ക് സേഫ് ആയിട്ടാണോ അൺസേഫ് ആയിട്ടാണോ ഫീൽ ചെയ്തത്? അത് അൺസേഫ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. ഞാൻ അറിഞ്ഞില്ല. അല്ല, ഇതെല്ലാം ഉണ്ട് സാർ, ഇതെല്ലാം എഡ്യൂക്കേഷനിൽ ഇന്റർനാഷണൽ ഗൈഡ് ലൈൻസ് ഉണ്ട്. പിന്നെ ഞാൻ അറിഞ്ഞില്ല. ഒട്ടും അപ്ഡേറ്റ് ഞാൻ ഇന്ന് കാലഘട്ടപ്പെട്ട ഞാൻ ആലോചിക്കായിരുന്നു. ഔട്ട്ഡേറ്റഡ്. സാറേ, ഓക്കെ, റെഡി. ഈ കേരളത്തിലെ ജയിലുകൾ, ആ ജയിലിലുള്ള തടവുള്ളികൾ, ഫാദർ അങ്ങനെ തടവുള്ളികളെ നോക്കാൻ പോകുന്ന ആൾക്കാർ ഫാദർ പെട്ടിരിക്കുക. കാര്യം എന്താ അറിയോ, ഇത് സെക്സ് എഡ്യൂക്കേഷൻ പ്രാക്ടിക്കലി കാണണമെന്ന് വെച്ചാൽ കേട്ടിട്ട് ഫാദർ ഞാൻ പറയാൻ ശ്രമിച്ചെന്ന് കമ്പാറ്റിബിലിറ്റി ചെക്ക് ചെയ്യണ്ടേ, ഇമ്പോർട്ടന്റ് ആണെങ്കിലോ. പ്രകൃതിയ എന്നുള്ളൊരു പദമുണ്ട്, ഇന്നേറ്റ് എന്നുള്ളത്. പ്ലസ് നമ്മൾ ശരീരശാസ്ത്രം പഠിപ്പിക്കുന്നുണ്ട് കൃത്യമായിട്ട്. പ്രീമാരിറ്റൽ അവർക്ക് പറഞ്ഞതുപോലെ മുൻകൂട്ടി നമ്മൾ അവർക്ക് ശരീരശാസ്ത്രം കൃത്യമായിട്ട് കുട്ടികളെ എക്സ്പെർട്ടുകളെ കൊണ്ട് പഠിപ്പിച്ചു കൊടുക്കും. തീരോണ്ട് മാത്രം. സാറേ, ഞാൻ എന്താ പറയാൻ ശ്രമിച്ചെന്ന് വെച്ചാൽ നമ്മുടെ അഡ്വക്കേറ്റ് എന്താണ് പറഞ്ഞു വരുന്നത്? അത് കൊടുക്കണം. ഡ്രൈവിംഗ് സ്കൂളാണ്. ഒരു സംശയമുണ്ട്. താങ്കൾ അഡ്വക്കേറ്റ് പറയുന്നത് ഈ പ്രാക്ടിക്കലും കൂടി വേണമെന്നാണോ? ലിവിംഗ് ടുഗദർ ആവുമ്പോൾ ആദ്യം പ്രാക്ടിക്കലായിട്ട് അവർ തീർച്ചയായിട്ടും മറ്റുള്ള ഇമോഷൻസ് കൈമാറുന്നതിനൊപ്പം തന്നെ സെക്ഷലി ഇന്റർകോഴ്സ് യൂഷ്വലി ഉണ്ടാവും. അത് വേണമല്ലോ. സപ്പോസ് അതർ പേഴ്സൺ ഇമ്പോർട്ടന്റ് ആണെങ്കിൽ എന്ത് ചെയ്യും? പിന്നെ ഈ വിവാഹത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ ട്രാപ്പാണ്. 1.5 വർഷം കഴിയാതെ വിവാഹമോചനം നടക്കില്ല. നള്ളിറ്റി എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതെല്ലാവരും സമ്മതിക്കണില്ല. കാരണം ഞാൻ ഇമ്പോർട്ടന്റ് ആണ് എന്ന് ഒരു വ്യക്തിയും പുറത്തു വരാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ആരും ഏറല്ല. 1.5 വർഷം അതാ പറഞ്ഞ പ്രാക്ടിക്കലായിട്ട് പല കാര്യങ്ങളും അറിയാത്തതുകൊണ്ട് 1.5 വർഷത്തോളം കുടുങ്ങി കിടക്കുന്നു. അതിനും കൂടുതൽ കുടുങ്ങി കിടക്കുന്നു കപ്പിൾസിനെ എനിക്കറിയാം. ഇത് നമ്മൾ ആണുങ്ങൾ എത്ര ചൂഷണം ചെയ്യും? നമുക്ക് കോമ്പാറ്റബിലിറ്റി നോക്കാന്ന് പറഞ്ഞ് ഓരോരോ പെണ്ണുങ്ങളെ ബോയിങ് മോഡലിൽ ഓരോരോ സ്ത്രീകളുമായിട്ട് ഒരു ബന്ധം ഓരോരോ സ്ത്രീകളിലല്ലോ ആ എഡ്യൂക്കേഷൻ ഒരു വർഷം കഴിഞ്ഞ് തയ്യാറായവരുടെ രണ്ടുപേരുടെ കുറിച്ച് പോലെ തന്നെ മൃഗങ്ങൾക്കും ഈ പറയുന്ന സെക്ഷൽ കാര്യങ്ങളുണ്ട്. അവരെന്താ നേരത്തെ പ്രാക്ടിക്കൽ അങ്ങനെ നോക്കിയിട്ടല്ലോ. അതൊരു നാച്ചുറൽ പ്രോസസ് ആണ്. നമ്മൾ മനുഷ്യർ അങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇതിനെപ്പറ്റി നല്ല അറിവ് വേണം. സെക്സ് എഡ്യൂക്കേഷൻ വേണം. പക്ഷെ നേരത്തെ അതിന് പ്രാക്ടിക്കൽ ലെവലിലെ ആപ്ലിക്കേഷൻ സെക്സ് എഡ്യൂക്കേഷനെ ബേസ് ചെയ്തിട്ട് 100 എപ്പിസോഡ് ടെലിവിഷനിൽ പ്രോഗ്രാം ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ. എന്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുകയാണ്, ഈ മൃഗങ്ങൾ അങ്ങനെയല്ലല്ലോ. മനുഷ്യനും മൃഗമായിട്ടുള്ള വ്യത്യാസം എന്താ? മനുഷ്യനും മൃഗം അവൈലബിൾ ആണ്. എല്ലാരും കാണാം. പുതിയ ജനറേഷൻ ചിലപ്പോൾ അത് സ്റ്റേറ്റ് അവാർഡ് വന്നിരുന്നു. അതായത് സെക്സ് ആൻഡ് യു എന്ന പ്രോഗ്രാമിലൂടെ 100 വ്യത്യസ്ത വിഷയങ്ങൾ ആണ് നമ്മൾ അവതരിപ്പിച്ചത്. അത് ധൈര്യം കാണിച്ചൊരു അവതാരക. അതെ, എത്ര വർഷം മുമ്പ്? 10, 12, 15 വർഷം മുമ്പായിരിക്കും. അതുപോലെയുള്ള പ്രോഗ്രാംസ്. ഓക്കെ, ഞാൻ പറഞ്ഞു വന്നത് മൃഗങ്ങളും മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം. ഇന്നേറ്റ് ടെൻഡൻസിയാണ് സെക്സ് എന്ന് പറയുന്നതെന്ന് പറഞ്ഞു. ശരിയാണ്, മൃഗങ്ങൾക്കും മനുഷ്യനും ഒക്കെ തന്നെയാണ്. പക്ഷെ മനുഷ്യനെ വ്യത്യസ്തനാക്കുന്നത് വിവേകമുള്ള മൃഗമാണ് മനുഷ്യൻ എന്നാണല്ലോ പറയുന്നത്. അപ്പൊ നമുക്ക് വേണ്ടത് ഏതാ, വേണ്ടാത്തത്, നമുക്ക് അപകടം വരുന്നത് ഏതാ, വരാണ്ടത് ഏതാണ് എന്ന് അറിയാനുള്ള അല്ല ഉണ്ട്. അപ്പൊ നമുക്ക് അറിയാം. അതെ, തീർച്ചയായും വേണ്ട, മുന്നിലേക്കാണ് വരേണ്ടത്. അദ്ദേഹം പറയുന്നത് സാധാരണ മൃഗങ്ങൾക്കുള്ള വിവേകം മനുഷ്യർക്കില്ലെന്നാണ്. ഏതെങ്കിലും മൃഗങ്ങൾ ഇതേപോലെ ടോക്ക് ഷോ ചെയ്യാറുണ്ടോ? പോളിസി പേപ്പേഴ്സ് എഴുതാറുണ്ടോ? ഉണ്ടാകാറുണ്ടോ? നമ്മളാണ് ഏറ്റവും അഡ്വാൻസ്ഡ് മൃഗം. നമ്മൾ അഭിമാനത്തോടെ മനുഷ്യനാണ് ഇന്നേവരെ ഉണ്ടായ സ്പീഷീസ് ഏറ്റവും തരംതാണ ജീവികളാണ് മനുഷ്യര്. ഏറ്റവും തരംതാണ ജീവികളാണ്. മറ്റ് മൃഗങ്ങൾ ആത്മഹത്യ ചെയ്യാറില്ല, പണം പലിശയ്ക്ക് കൊടുക്കാറില്ല, 51 വെട്ടാറില്ല, എനിക്ക് ഇഷ്ടമല്ലാത്ത മതത്തിലാണെന്നോ പാട്ടിലാണെന്നോ പറഞ്ഞാൽ ഉപദ്രവിക്കാറില്ല. മൃഗങ്ങൾക്ക് ബോധമില്ല. ആര് പറഞ്ഞു? മൃഗങ്ങൾക്ക് നോബൽ സമ്മാനം കിട്ടാറില്ല. മൃഗങ്ങൾ മഹാസൗധങ്ങൾ ഉണ്ടാക്കാറില്ല. മൃഗങ്ങൾക്ക് ആരോഗ്യ ചികിത്സ ഉണ്ടാക്കാറില്ല, പാർട്ടി ഉണ്ടാക്കാറില്ല, മൃഗങ്ങൾക്ക് അങ്ങനെ ഓപ്ഷൻ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇതാണോ പ്രധാനം? നമുക്കല്ലേ മൃഗങ്ങളെക്കാൾ ബോധം. മൃഗങ്ങൾക്ക് നമ്മളെ പോലെ സംസാരിക്കാൻ കഴിയുമോ, ചിന്തിക്കാൻ കഴിയുമോ, ചർച്ച ചെയ്യാൻ കഴിയുമോ? മൃഗങ്ങൾക്കിടയിൽ എപ്പോഴെങ്കിലും ഒരു തമ്മിൽ ചർച്ച ഉണ്ടാവാറുണ്ട്. എന്തുകൊണ്ടാണ്? അഡ്വാൻസ്ഡ് ആയ ഒരു ബീയിങ്. അത് സയന്റിഫിക് റിയാലിറ്റി അല്ലേ രാഹുലേ? നമ്മുടെ അളവ് സാറേ, നമ്മുടെ അളവ് പോലെ വെച്ച് മൃഗങ്ങളെ അളക്കുന്ന എത്ര ഫൂളിഷസ് ആണ്. അവർ തമ്മിൽ ചർച്ചയുണ്ടോ എന്ന് ആലോചിച്ചിട്ടുണ്ടോ? മൃഗങ്ങൾ മനുഷ്യന്റെ ബ്രെയിൻ ഡെവലപ്മെന്റ് ആണ് സാർ. മനുഷ്യന്റെ ബ്രെയിൻ ഡെവലപ്മെന്റ്
മറ്റുള്ളവരെ ചൂഷണം ചെയ്യുക. മനുഷ്യന്റെ ബ്രെയിൻ ഡെവലപ്മെന്റ് വേറെ ഏതെങ്കിലും ഒരു മൃഗത്തിൽ ഇതൊക്കെ മനുഷ്യർ പറഞ്ഞെടുക്കുന്നതാണ്. മനുഷ്യർ പറഞ്ഞെടുക്കുന്ന കാര്യം വേറെ ഏതെങ്കിലും മൃഗങ്ങൾ പറയണ കേട്ടിട്ടുണ്ടോ? കേൾക്കില്ല. കാര്യം മൃഗങ്ങൾക്ക് പറയാൻ പറ്റില്ല. ആ ഡെവലപ്മെന്റ് കേൾക്കുന്നുള്ളൂ. ചേട്ടാ ഒരു സംശയം. മനുഷ്യനും മൃഗമൊക്കെ നമുക്ക് എല്ലാം കളയാം നമുക്ക്. ഞാൻ ചോദിക്കണ ഈ ലിവിങ് ടുഗദറിൽ, അതായത് ഇപ്പൊ ഞാൻ ഒരു ലിവിങ് ടുഗദർ ആണെങ്കിൽ എനിക്ക് ഒരു ദിവസം വേറൊരു ലേഡി സുഹൃത്തിന്റെ ഒപ്പം രാത്രി കഴിഞ്ഞിട്ട് തിരിച്ചു വന്നാൽ വല്ല പ്രശ്നമുണ്ടോ? ഇതിനകത്ത് രണ്ട് രീതിയിലുള്ള ലിവിങ് ടുഗദർ, നേരെ അങ്ങ് ഉത്തരം പറയാം. രണ്ട് രീതിയിലുള്ള ലിവിങ് ടുഗദർ ഉണ്ട്. ഈ സാധാരണ ഓപ്പൺ മാരേജ് എന്ന കൺസെപ്റ്റ് ഉണ്ട്, ക്ലോസ്ഡ് മാരേജ് ഉണ്ട്. അതേപോലെ ഓപ്പൺ ലിവിങ് ടുഗദർ ഉണ്ട്, ഓപ്പൺ ക്ലോസ് ലിവിങ് ടുഗദർ ഉണ്ട്. ഞാൻ ഓപ്പൺ ലിവിങ് ടുഗദർ ഉള്ള ആളാ. അപ്പൊ പോവാം. തമ്മിൽ സംസാരിച്ച് അറിഞ്ഞിട്ട് വേണം വിവാഹത്തിന്റെ സമയത്ത് മനോജ് സാറേ വിവാഹം പോലും കേരളത്തില് ഓപ്പൺ മാരേജ് ഉണ്ട്. ഓപ്പൺ മാരേജ് എന്ന് വെച്ചാൽ ഹസ്ബൻഡും വൈഫും അങ്ങോട്ടും ഇങ്ങോട്ടും പറയും, നിനക്ക് ഇങ്ങനെ താല്പര്യമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞിട്ട് നിനക്ക് ആവാം. അങ്ങനെ ഓപ്പൺ മാരേജ് ഉണ്ട്. ഞാൻ ഇത്തരം കാര്യങ്ങളിൽ ധാരാളം ഇവിടെ എത്രയോ സ്വാപ്പിംഗ് ഇഷ്ടംപോലെ നടക്കുന്നു. നമുക്ക് അറിയാത്ത കാര്യമാണ് സാറേ. അതുപോലെ തന്നെ ഈ എത്രയോ പ്രാവശ്യം കമ്മിറ്റഡ് റിലേഷൻഷിപ്പിന്റെ ഒരു പേരാണ് മാരേജ്. അത്രേ ഉള്ളൂ. കമ്മിറ്റ്മെന്റ് ഉണ്ട്. ലീഗലിയോ സോഷ്യലിയോ ഉള്ള ഇതില്ലെന്നേ ഉള്ളൂ. ബാക്കി കമ്മിറ്റ്മെന്റ് ഉണ്ട് അവര് തമ്മിൽ. നമ്മള് ലിവിങ് ടുഗദർ ഇപ്പൊ 4 കൊല്ലായി. നാളെ നിങ്ങൾ തമ്മിൽ വേണ്ട, നമ്മൾ സെപ്പറേറ്റ് ആയി. അപ്പൊ ലേഡി ഒരു കേസ് കൊടുക്കാണ്, എന്നെ കഴിഞ്ഞ 4 വർഷമായിട്ട് ഇയാള് പീഡിപ്പിച്ചുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞാൽ നിയമപരമായിട്ട് നമുക്കെതിരെ കേസ് വരും. നിങ്ങൾ തീർന്നു. വരുമോ? ഇല്ല. എന്തുകൊണ്ട് വരില്ല? എന്തുകൊണ്ട് വരില്ല എന്ന് വെച്ചാല് എന്തുകൊണ്ട് വരുന്ന വെച്ചാല് സാധാരണഗതിയിൽ ഇന്ത്യയില് പ്രായപൂർത്തിയായ പുരുഷനും സ്ത്രീക്കും ഒരുമിച്ച് താമസിക്കുന്ന കേസ് കൊടുക്കുന്നു. ഇല്ല. വിവാഹ വാഗ്ദാനത്തോടുകൂടിയാണ് അവർ തമ്മിലുള്ള റിലേഷൻ എത്ര കാലം എടുക്കും? പ്രാക്ടിക്കലി പറയാം. ഞാൻ ആരുടെയും കേസ് പറയുന്നില്ല, സാറിന് അറിയാം ആരുടെയൊക്കെ കേസാണ്. പരസ്പരം കൺസെന്റോടുകൂടി 18 വയസ്സ് കഴിഞ്ഞ പലരും ഇവിടെ ബന്ധപ്പെട്ടിട്ട് ആ പെൺകുട്ടി തിരിഞ്ഞു നിന്ന് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ വാഗ്ദാനമല്ല, അത് വാഗ്ദാനം. ആ സ്ത്രീ വെറുതെ പറയുന്നതാണ്, അത് ഒറിജിനൽ ആണെന്നല്ല. ആ സ്ത്രീ കള്ളപ്പരാതി കൊടുക്കുകയാണെങ്കിൽ ഇയാൾ കുടുങ്ങും. ശരിയാണ്, രാഹുൽ പറഞ്ഞത് ശരിയാണ്. വിവാഹം എന്ന സാധനത്തിന്റെ ഒരു ശരിക്കും വാഗ്ദാനം കൊടുക്കുന്നില്ല, വ്യാജ പരാതി കൊടുത്താൽ മനസ്സിലായി. വിവാഹത്തിന്റെ കൂടെയുള്ളതെല്ലാം അത് വിവാഹത്തിന്റെ കൂടെയുള്ളതാ. അങ്ങനെയാണല്ലോ കൊടുത്തത് കേസ്. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന്. ഇതിലങ്ങനെ അല്ല. ഇവിടെ നമ്മൾ പരസ്പരം ലിവിംഗ് ടുഗദർ എന്ന് പറഞ്ഞു ഞാൻ ചോദിച്ച 4 വർഷം അങ്ങനെ വാഗ്ദാനം കൊടുത്തു ഒരാൾക്ക് ട്രാപ്പ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ചെയ്തൂടെ? ലീഗലി അതാണ് രാഹുലെ പറഞ്ഞത്. ഞങ്ങള് ലിവിംഗ് ടുഗദറിലാന്ന് പറഞ്ഞു ഇവിടെ ഇരിക്കല്ലേ. MOU ഉണ്ടോ? MOU എനിക്കറിയില്ല. MOU വേണമെന്നൊന്നുമില്ല. ഇവർക്ക് MOU ഉണ്ടെന്നാ പറയുന്നത്. MOU ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അങ്ങനെ ഒരു ആരോപണം വന്നു കഴിഞ്ഞാൽ കള്ളപ്പരാതികൾ വരുന്നതിന്റെ ഒരു സങ്കടം. അയ്യോ ഇയാൾ പറ്റിച്ചായ, അല്ലെങ്കിൽ ഈ ഒരു നിയമത്തിന്റെ മറവിൽ പിന്നെ ഇയാളെ ആപ്പിലാക്കി എന്നുള്ള സങ്കടങ്ങൾ, കൺസേണുകൾ എപ്പോഴും ഇത്തരത്തിൽ സ്ത്രീകൾക്കോ അല്ലെങ്കിൽ ജെൻഡർ മൈനോറിറ്റീനോ സപ്പോർട്ട് ചെയ്യാൻ ഇക്വിറ്റി ലെവലിലോട്ട് എത്തിക്കാൻ വേണ്ടി ഉള്ള നിയമങ്ങൾ കാണുന്നുള്ളത് ഭയങ്കര സങ്കടമുള്ള കാര്യമാണ്. ഭയങ്കര മിസോജിനിസ്റ്റിക് സാധനമാണ്. പിന്നെ 13 വയസ്സുകാരായ പെൺകുട്ടി 10 പേരെ കൊടുക്കാൻ നോക്കിയതിന്റെ സങ്കടം തോന്നിയില്ലേ? ആ 13 വയസ്സുകാരിയായ സ്കൂൾ പെൺകുട്ടി 10 ആണുങ്ങൾക്ക് ആ പരാതിയിൽ ഒരു ലൈൻ, അത് പീഡനത്തിന് പകരം മൊളസ്റ്റ് എന്നാണ് എഴുതിയെങ്കിൽ ഈ 10 പേര് ജീവിതം. ഞാൻ പറയട്ടെ, ആ പെൺകുട്ടി അങ്ങനെ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഈ കേസ് എഴുതാൻ സത്യമായിട്ട് അതിനനുസരിച്ചുള്ള ശിക്ഷ, ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ചുള്ള ശിക്ഷ കിട്ടൂല. ഇവരെ രക്ഷിക്കാൻ ഗോവിന്ദച്ചാമി പിന്നെ ഒരാളെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് നാളെ നീ ട്രെയിനിൽ പോണ്ട, ഇങ്ങനെ സാധ്യത കൂടുതലാണ്. ഗോവിന്ദച്ചാമി ചെയ്യുമ്പോൾ ഗോവിന്ദച്ചാമി മാത്രം കുറ്റെടുത്താൽ മതി. ഒരു സ്ത്രീ ഒരു കുറ്റം ചെയ്യുന്ന സമയത്ത് ബാക്കിയുള്ള മുഴുവൻ സ്ത്രീകൾ ഈ കുറ്റം ഏതെങ്കിലും ഒരു പുരുഷൻ കുറ്റം ചെയ്ത എല്ലാ പുരുഷന്മാരും മറുപടി രാഹുലിന്റെ മറുപടി. മാത്രമല്ല എനിക്ക് തോന്നുന്നു രാഹുലെ ഒരു സെക്കൻഡ്, ഞാൻ ഈ അനുജോസ് ഇങ്ങനെ വിവരിച്ചു വന്നപ്പോ ഉണ്ടല്ലോ, ഇതിലെ ചില പ്രൊവിഷൻ, ഈ ധാരണാപത്രത്തിന്റെ ചില പ്രൊവിഷൻസിനോട് മനോജിനോട് ചെറിയ താല്പര്യം വന്നു. കൂടുതൽ അറിയാൻ താല്പര്യം
എനിക്ക് ആ ഒരു ആകാംക്ഷ മനസ്സിലായി. പറയുന്ന ഒരു ഫിലോസോഫി അതിനെ കുറിച്ച് അഭിപ്രായം പറഞ്ഞു. അല്ല പുള്ളി അങ്ങനെ തീരുമാനിച്ചാൽ എനിക്ക് കൊടുക്കാമല്ലോ അങ്ങനെ തീരുമാനം. അല്ല ഇവർ പറഞ്ഞ ഒരു ഫിലോസോഫിക്കൽ തലം എന്ന് പറഞ്ഞപ്പോ ഓഷോ അടക്കമുള്ള ഒരു കമ്മ്യൂൺ ലിവിംഗ് ട്രൈ ചെയ്തിട്ടുണ്ട്. ബെർട്രാൻഡ് റസലിനെ പോലെ വലിയ നോബൽ സമ്മാനം അടക്കം നേടിയിട്ടുള്ള ഫിലോസഫേഴ്സോ ചിന്തകരോ അങ്ങനെ ഒരു കമ്മ്യൂൺ ലിവിംഗിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ഫാർ ആൻഡ് ഫ്യൂ ആണ് ലോകത്ത് നിലനിൽക്കുന്നത്. അതായത് മെയിൻ സ്ട്രീമിൽ നിലനിൽക്കുന്നത് ഒരു അച്ഛൻ, ഒരമ്മ, കുട്ടി, അവരുടെ ഒരു എക്കോസിസ്റ്റം. ഈ പണ്ട് കൂട്ടുകുടുംബമായിരുന്നു, ഇന്ന് അണുകുടുംബമാണ്. ഇതിന് മാത്രമാണ് മെയിൻ സ്ട്രീം എന്ന് പറഞ്ഞാൽ ഓവർ 90%. അല്ല അത് നിന്നില്ലെങ്കിൽ എന്ത് പറ്റും? നാളെ എന്റെ ഒരു മോൻ, എനിക്ക് പറയാൻ പോലും, നാളെ എന്റെ മകൻ ഒരു ബ്രെയിൻ സർജറിയുടെ ആവശ്യം വന്നു. അവനൊരു 10 ലക്ഷം രൂപ വേണം, 20 ലക്ഷം രൂപ വേണം. സമൂഹം പിരിച്ചു തരാൻ പറയാൻ പറ്റുമോ? ഞാൻ ഉണ്ടാക്കണ്ടേ? എന്റെ വീടിനൊരു ചലഞ്ച് വന്നു. ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ആരെങ്കിലും വേണ്ടേ? നാളെ ഒരു സ്ത്രീ അല്ലെങ്കിൽ പ്രഗ്നന്റ് ആയി 8 മാസമായി, അവർക്ക് പ്രഗ്നൻസിയിൽ ഒരു കോംപ്ലിക്കേഷൻ വന്നു, അവർക്ക് 20 ലക്ഷം രൂപ വേണം. സമൂഹം കൊണ്ട് തരട്ടെ, സമൂഹമാണ് ഇതെല്ലാം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മതിയോ? സംബഡി ഷുഡ് ബി റെസ്പോൺസിബിൾ, സംബഡി ഷുഡ് ബി അക്കൗണ്ടബിൾ. ഈ അക്കൗണ്ടബിലിറ്റി വലിയൊരു ഫാക്ടർ അല്ലേ? ആ അക്കൗണ്ടബിലിറ്റിയാണ് ഈ കമ്മ്യൂണിറ്റി വിങ്ങിലൊന്നും ഇല്ലാത്തത്. എല്ലാവരും 10 രൂപ വെച്ചിടുമായിരിക്കും, പക്ഷെ അതുകൊണ്ട് 10-20 ലക്ഷം ആവില്ല. അപ്പൊ അവിടെയാണ് ഒരു ഉത്തരവാദി വേണം. അതാണ് അച്ഛൻ, അതാണ് അമ്മ, അതാണ് കുടുംബം. ആ കുടുംബം ഇല്ലാതെ ഈ ലോകം നിലനിൽക്കില്ല. ഇനി കുടുംബം ഇല്ലെങ്കിൽ എന്ത് പറ്റും? ഇതൊരു ഇറസ്പോൺസിബിലിറ്റി ആണോ? അതൊരു ലാക്ക്, ഇറസ്പോൺസിബിലിറ്റി ഇസ് ടു സ്ട്രോങ് എ വേർഡ്. അതിനെക്കാട്ടി ബെറ്റർ ലിവിംഗ് പാറ്റേൺസ് ആണ് ഈ കുടുംബം. വിവാഹം എന്ന വ്യവസ്ഥ ഇടിഞ്ഞു താണാൽ ഈ നാട്ടിൽ എന്ത് സംഭവിക്കും? അതിനെക്കുറിച്ചാണ് ഈ സംവാദം ഇനി അന്വേഷിക്കുന്നത്. അവസാന ഭാഗം നാളെ രാത്രി 8:15. ഗുഡ് ബൈ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.